സെനറ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫസ്റ്റ് ഇയറിലെ പേപ്പർ 1-ലുള്ള അനാട്ടമി ആൻഡ് ഫിസിയോളജി ആണ് നോക്കുന്നത്. ഇതിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഓർഗൻസ് ഓഫ് സ്പെഷ്യൽ സെൻസ്, ടേസ്റ്റ്, സ്മെല്ല്, ഐ ആൻഡ് സൈറ്റ്, ഇയർ ആൻഡ് ഹിയറിംഗ്, ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം ഇതിൽ നമ്മൾ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ആദ്യത്തത്, ഏരിയ ഓഫ് റെറ്റിന വേർ ദ ഒപ്റ്റിക് നെർവ് ബിഗിൻസ് ഈസ്. നമ്മുടെ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്ന റെറ്റിനയുടെ പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ സെൽസ് ഇൻ ദ റെറ്റിന. റെറ്റിനയിൽ ഉള്ള ഗാംഗ്ലിയോൺ സെൽസിൽ നിന്നുമാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കോറോയിഡ് ഓഫ് ഐബോൾ കണ്ടിന്യൂസ് ആന്റീരിയർലി ആസ്. നമ്മുടെ ഐബോളിന്റെ ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു ലെയർ ആണ് കോറോയിഡ് എന്ന് പറയുന്നത്. ഇത് ആന്റീരിയർലി കണ്ടിന്യൂ ചെയ്യുന്നത് ഏത് പാർട്ടായിട്ടാണെന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിന്റെ ആൻസർ ഐറിസ് ആണ്. കോറോയിഡ് ആന്റീരിയർലി കണ്ടിന്യൂ ചെയ്യുന്നത് ഐറിസ് ആയിട്ടാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ പോയിന്റ് ഇൻ റെറ്റിന വേർ ഒപ്റ്റിക് നെർവ് ലീവ് ദ ഐ. നമ്മുടെ ഒപ്റ്റിക് നെർവ് കണ്ണിൽ നിന്നും ലീവ് ചെയ്യുന്ന റെറ്റിനയുടെ പോർഷൻ ഏതാണെന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അതെന്ന് പറയുന്നത് ഒപ്റ്റിക് ഡിസ്ക് ആണ്. ഒപ്റ്റിക് ഡിസ്കിൽ നിന്നുമാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഐബോളിൽ നിന്നും ലീവ് ചെയ്യുന്ന പോർഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കളേർഡ് കർട്ടൈൻ ഇൻ ഫ്രണ്ട് ഓഫ് ലെൻസ് വിച്ച് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ കോറോയിഡ് കോഡ്. നമ്മുടെ ലെൻസിന് തൊട്ടു മുന്നിൽ കാണപ്പെടുന്ന കളേർഡ് കർട്ടൈൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കോറോയിഡ് കോഡുമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ഐറിസ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇതൊരു കളേർഡ് പോർഷൻ ആണ്, അതാണ് ഇവിടെ നോക്കേണ്ടത്. ഒരു കളേർഡ് കർട്ടൈൻ ആണ് ലെൻസിന്റെ ഫ്രണ്ടിൽ കാണുന്നത്. അതിനും നമ്മൾ ഐറിസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ സ്മോളസ്റ്റ് ബോൺ ഇൻ ദ ബോഡി. നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് ബോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്റ്റേപ്പിസ് ആണ്. നമ്മുടെ ഇയറിൽ ഇയർ ഡ്രമ്മിലുള്ള സ്റ്റേപ്പിസ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് ബോൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്ലൂയിഡ് വിത്തിൻ ബോണി ലാബ്രിന്ത് ഈസ് എൻഡോലിംഫ്. ഇതൊരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബോണി ലാബ്രിന്ത് അത് ഇയറിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ബോണി ലാബ്രിന്തിലുള്ള ഫ്ലൂയിഡിനെ എൻഡോലിംഫ് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഫ്ലൂയിഡ് വിത്തിൻ മെംബ്രേനസ് ലാബ്രിന്തിനെയാണ് നമ്മൾ എൻഡോലിംഫ് എന്ന് പറയുന്നത്. മെംബ്രേനസ് ലാബ്രിന്തിലുള്ള ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. ഓക്കെ, ബോണി ലാബ്രിന്തിലുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പെരിലിംഫ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെറ്റിന ഈസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ ഐബോൾ. നമ്മുടെ ഐബോളിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ് റെറ്റിന എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിഷ്വൽ ഏരിയ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഒസിപിറ്റൽ കോർട്ടെക്സ്. നമ്മുടെ ബ്രെയിനില് വിഷ്വൽ ഏരിയ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒസിപിറ്റൽ കോർട്ടെക്സിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിഫക്റ്റ് ഓഫ് അക്കോമഡേഷൻ ഒക്കറിംഗ് ഇൻ അഡ്വാൻസ്ഡ് ഏജ്. നമ്മൾ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വിഷ്വൽ അക്കോമഡേഷനിൽ ഡിഫക്റ്റ് വരുന്ന ഒരു കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രസ് ബയോപ്പിയ ആണ്. ഇതൊരു റിഫ്രാക്റ്റീവ് എറർ കണ്ടീഷൻ ആണ്. നമ്മുടെ വിഷ്വൽ അക്കോമഡേഷനിൽ ഏജ് കൂടുന്നതനുസരിച്ച് ഡിഫക്റ്റ് വരുന്നു. ആ ഒരു കണ്ടീഷനെ നമ്മൾ പ്രസ് ബയോപ്പിയ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിഡിൽ വാസ്കുലർ കോട്ട് ഓഫ് ദ ഐ ദാറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ്. നമ്മുടെ ഐബോളിന് നമ്മൾ പല ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ മിഡിൽ പോർഷനിൽ വാസ്കുലർ കോട്ട് ആയിട്ട് വരുന്ന ലെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ബ്ലഡ് വെസലും കാണാം. അതെന്ന് പറയുന്നത് കോറോയിഡ് ആണ്. മിഡിൽ വാസ്കുലർ ലെയർ ദാറ്റ് കണ്ടെയ്ൻസ് ബ്ലഡ് വെസൽ ഈസ് കാൾഡ് കോറോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മിഡിൽ ഇയർ ഹാസ് ഡാഷ് ബോൺസ്. നമ്മുടെ മിഡിൽ ഇയറിൽ എത്ര ബോൺസ് കാണപ്പെടുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 3 ബോൺസ് ആണ് മിഡിൽ ഇയറിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിഷ്വൽ ഏരിയ ലൈസ് ഇൻ ദ ടെമ്പറൽ ലോബ് ഓഫ് ബ്രെയിൻ. അത് ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷ്വൽ ഏരിയ ബ്രെയിനിലുള്ള ടെമ്പറൽ ലോബിലാണ് കാണപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ഫോൾസ്, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വിഷ്വൽ ഏരിയ എന്ന് പറയുന്നത് ലൈ ചെയ്യുന്നത് നമ്മുടെ ഒസിപിറ്റൽ ലോബിലാണ്. ബ്രെയിനിന്റെ ഒസിപിറ്റൽ ലോബിലാണ് വിഷ്വൽ ഏരിയ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അസ്റ്റിഗ്മാറ്റിസം ഈസ് ആൻ എറർ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ഐ. അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന കണ്ടീഷൻ എറർ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ഐ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. റിഫ്രാക്റ്റീവ് എററിനകത്ത് വരുന്ന ഒരു കണ്ടീഷനാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
ബിഹൈൻഡ് ഐറിസ് കോറോയിഡ് ഈസ് തിക്കൺ ടു ഫോം. നമ്മുടെ ഐറിസിന് തൊട്ടു പിറകിലായിട്ട് കോറോയിഡ് തിക്കൺ ചെയ്തിട്ട് മറ്റൊരു സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ സീലിയറി ബോഡി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ടാണ് പോകുന്നത്. ഐറിസിന് തൊട്ടു പിറകില് കോറോയിഡ് തിക്കൺ ചെയ്തിട്ട് ഫോം ചെയ്യുന്നതാണ് സീലിയറി ബോഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഇന്നർ നെർവസ് കോട്ട് ഓഫ് ഐബോൾ. നമ്മുടെ ഐബോളിന്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ അതൊരു നെർവസ് കോട്ട് ആണ്. അതേതാണെന്ന് ചോദിച്ചാൽ റെറ്റിന. റെറ്റിനയാണ് ഐബോളിന്റെ ഏറ്റവും ഇന്നർ ആയിട്ടുള്ള നെർവസ് കോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് അക്യൂട്ട്ലി സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ റെറ്റിന. നമ്മുടെ റെറ്റിനയിലെ ഏറ്റവും അക്യൂട്ട്ലി സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് മാക്കുലയാണ്. റെറ്റിനയിലെ തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് മാക്കുല എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മ്യൂക്കസ് മെംബ്രെയിൻ ലൈനിങ് ഐലിഡ്സ് കോർണിയ ആൻഡ് ദ സ്ക്ലീറ ഈസ്. നമ്മുടെ ഐലിഡിനെയും കോർണിയയും സ്ക്ലീറയും കൂടെ കവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ലൈൻ ചെയ്തിരിക്കുന്ന മ്യൂക്കസ് മെംബ്രെയിന്റെ പേരാണ് കൺജങ്ക്ടൈവ. ഓക്കെ, ഐലിഡിനെയും കോർണിയയും സ്ക്ലീറയും കൂടെ കവർ ചെയ്തിരിക്കുന്ന ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ആണ് കൺജങ്ക്ടൈവ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാർജസ്റ്റ് പാപ്പിലെ ഓഫ് ടങ്. നമ്മുടെ ടങ്ങില് പലതരത്തിൽ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പാപ്പിലേസ് നമുക്ക് കാണാം. അതിൽ ഏറ്റവും ലാർജസ്റ്റ് പാപ്പിലെ ഏതാന്ന് ചോദിച്ചാൽ അത് സർക്കംവാലിഡ് പാപ്പിലയാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ് ഈസ് കാൾഡ്. നമ്മുടെ ടങ്ങിന് വരുന്ന ഇൻഫ്ലമേഷനെ പറയുന്ന പേരാണ് ഗ്ലോസൈറ്റിസ്. ഇതൊക്കെ 1 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിക് വൈറ്റ് പാച്ചസ് സീൻ ഓൺ ദ ഓറൽ മ്യൂക്കോസ ഓഫ് സ്മോക്കേഴ്സ്. സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അവരുടെ ഓറൽ മ്യൂക്കോസയിലൊക്കെ എന്താണ് നല്ല തിക്കായിട്ടുള്ള വൈറ്റ് പാച്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് ല്യൂക്കോപ്ലേക്കിയ. കൂടുതലും സ്മോക്കേഴ്സിലാണ് കാണുന്നത്. അവരുടെ ആ ഒരു ഓറൽ മ്യൂക്കോസ ഭാഗത്ത് നല്ല വൈറ്റ് തിക്കായിട്ടുള്ള പാച്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടേസ്റ്റ് സെൻസേഷൻ ഇൻ ദ ആന്റീരിയർ പാർട്ട് ഓഫ് ദ ടങ് ക്യാരിഡ് ബൈ. നമ്മുടെ ടങ്ങിന്റെ ആന്റീരിയർ പാർട്ടില് ടേസ്റ്റ് സെൻസേഷനെ ക്യാരി ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ കോഡ ടിംപാനി ആണ്. ഓക്കെ, ടങ്ങിന്റെ ആന്റീരിയർ പാർട്ടില് ടേസ്റ്റ് സെൻസേഷനെ ക്യാരി ചെയ്യുന്നത് കോഡ ടിംപാനി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്ലൂയിഡ് വിത്തിൻ ദ ബോണി ലാബിരിന്ത്. നമ്മുടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോണി ലാബിരിന്തിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിലിംഫ്. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കണം. ബോണി ലാബിരിന്തിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് പെരിലിംഫ് ആൻഡ് മെംബ്രെയിനസ് ലാബിരിന്തിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രൂ നെർവ് ഓഫ് ഹിയറിംഗ്. നമുക്ക് ഹിയറിംഗിന്റെ പോർഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം, അതിൽ ട്രൂ നെർവ് ഓഫ് ഹിയറിംഗ് എന്നറിയപ്പെടുന്നത് കോക്ലിയർ നെർവ് ആണ്. 2 പാർട്ട് നെർവ് അവിടെ വരുന്നുണ്ട്. അതിൽ കോക്ലിയർ നെർവിന്റെ പോർഷൻ ആണ് ട്രൂ നെർവ് ഓഫ് ഹിയറിംഗ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോരോ സ്പെഷ്യൽ സെൻസ് ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ടേസ്റ്റിന്റെ കാര്യമാണ് നോക്കേണ്ടത്. അപ്പം ആദ്യം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. The tongue is principally concerned in the special sense of taste. ടേസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്പെഷ്യൽ സെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ടങ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ലാർജ്ലി കമ്പോസ്ഡ് ഓഫ് മസിൽ വിച്ച് ഈസ് ഇൻ 2 ഗ്രൂപ്പ്സ്. ഈ ടങ് എന്ന് പറയുന്ന സ്ട്രക്ചർ മെയിൻ ആയിട്ടും കമ്പോസ് ചെയ്തിരിക്കുന്നത് 2 ഗ്രൂപ്പ് മസിൽസ് കൊണ്ടാണ്. ഓക്കെ, അത് ഏതൊക്കെ മസിൽസ് ആണെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. ഫസ്റ്റ് വൺ, ദ ഇൻട്രിൻസിക് മസിൽസ്. The intrinsic muscles of the tongue perform all the delicate movements. നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ മൗത്തിലുള്ള മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻട്രിൻസിക് മസിൽസ് ഉള്ളത്. ടങ്ങിന്റെ ഇൻട്രിൻസിക് മസിൽസ് എന്ന് പറയുമ്പോൾ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അതേസമയം എക്സ്ട്രിൻസിക് മസിൽസ് എന്ന് പറഞ്ഞത് they are attached the tongue to the surrounding parts and perform the larger movements such as those which form an important part of mastication and swallowing. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻട്രിൻസിക് മസിൽ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ എക്സ്ട്രിൻസിക് മസിൽസിന്റെ കാര്യത്തിൽ ഇത് നമ്മുടെ ടങ്ങിനെ അതിന് ചുറ്റുമുള്ള പാർട്സുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടെ ലാർജർ മൂവ്മെന്റ്സ് പെർഫോം ചെയ്യാനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ലാർജർ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ മാസ്റ്റിക്കേഷന്, സ്വാലോയിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഒരു എക്സ്ട്രിൻസിക് മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്,
ദ ടങ് ലൈസ് ഇൻ ദ ഫ്ലോർ ഓഫ് ദ മൗത്ത്. ആ ഒരു ടങ്ങിന്റെ പൊസിഷനും കാര്യങ്ങളും ഒക്കെയാണ് അടുത്ത പറയുന്നത്. നമ്മുടെ മൗത്തിന്റെ ഫ്ലോർ ഏരിയയിലാണ് ടങ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അറ്റ് ഇറ്റ്സ് റൂട്ട് ദ വെസൽസ് ആൻഡ് നെർവ്സ് പാസ് ഇൻ ആൻഡ് ഔട്ട്. ഇതിന്റെ റൂട്ട് ഏരിയയിലാണ് വെസൽസും നെർവ്സും അകത്തേക്കും പുറത്തേക്കും പോകുന്നത്. ഓക്കെ, ടങ് നമ്മുടെ മൗത്തിന്റെ ഫ്ലോറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ ടങ്ങിന്റെ റൂട്ട് ഭാഗത്തു കൂടിയാണ് വെസൽസും നെർവ്സും അകത്തേക്കും പുറത്തേക്കും പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ ടിപ്പ് ആൻഡ് മാർജിൻസ് ഓഫ് ദ ടങ് ആർ ഇൻ കോണ്ടാക്ട് വിത്ത് ദ ലോവർ ടീത്ത്. ഈ ടങ്ങിന്റെ ടിപ്പും അതുപോലെ തന്നെ മാർജിൻസും ഒക്കെ നമ്മുടെ ലോവർ ടീത്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ആൻഡ് ദ ഡോസം ഇസ് ദ ആർച്ച്ഡ് സർഫസ് ഓൺ ടോപ്പ് ഓഫ് ദ ടങ്. ഇനി ടങ്ങിന്റെ ടോപ്പ് മുകൾ വശത്തേക്ക് വരുവാണെങ്കിൽ അവിടെ കാണപ്പെടുന്ന ഒരു ആർച്ച്ഡ് സർഫസ് ആണ് ഡോർസ്. ഇത്രയാണ് ഒരു സ്ട്രക്ചർ പോലെ നമ്മൾ പറയുന്നത്. ടങ് നമ്മുടെ മൗത്തിന്റെ ഫ്ലോറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിന്റെ റൂട്ടിലൂടെയാണ് വെസൽസും നെർവ്സും പാസ് ചെയ്യുന്നത്. ടിപ്പും മാർജിൻസും നമ്മുടെ ലോവർ ടീത്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ഡോർസം എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പിൽ കാണപ്പെടുന്ന ഒരു ആർച്ച്ഡ് സർഫസ് ആണ്. ഇനി പറയുന്നത് when the tongue is turned up, the under surface, the frenulum linguae, a soft ligament structure which attaches the posterior part of the tongue to the floor of the mouth. അപ്പം നമ്മുടെ ടങ് ടേൺഡ് അപ്പ്, അതായത് മുകളിലേക്ക് നാക്ക് നീട്ടുക അല്ലെങ്കിൽ മുകളിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും അണ്ടർ സർഫസ് അടിഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു സോഫ്റ്റ് ലിഗമെന്റ് സ്ട്രക്ചർ ആണ് ഫ്രെനുലം ലിംഗ്വേ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ടങ്ങിന്റെ പോസ്റ്റീരിയർ പാർട്ടിനെ മൗത്തിന്റെ ഫ്ലോറുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നാവിനെ നമ്മുടെ മൗത്തിൽ, നമ്മുടെ വായിൽ പിടിച്ചു നിർത്തുന്ന ആ ഒരു പോർഷൻ ആണ് ഏതെന്ന് പറയുന്നത്, ഫ്രെനുലം ലിംഗ്വേ എന്ന് പറയുന്നത്. നാക്കിന്റെ അടിവശം നമ്മുടെ മൗത്തിന്റെ ഫ്ലോറുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ് ലിഗമെന്റ് സ്ട്രക്ചർ ആണ് ഫ്രെനുലം ലിംഗ്വേ എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ആന്റീരിയർ പോർഷൻ ഓഫ് ദ ടങ് ഈസ് ഫ്രീ. ഇതിന്റെ ആന്റീരിയർ പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. വെൻ പ്രൊട്രൂഡഡ് ദ ടിപ്പ് ഓഫ് ദ ടങ് ബിക്കംസ് പോയിന്റഡ്, ബട്ട് വെൻ ലൈങ് ഇൻ ദ ഫ്ലോർ ഓഫ് ദ മൗത്ത് ആൻഡ് റിലാക്സ് ദ ടിപ്പ് ഈസ് റൗണ്ടഡ്. നമ്മൾ നാക്ക് പുറത്തേക്ക് നീട്ടുകയാണ്, പ്രൊട്രൂഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ടങ്ങിന്റെ ടിപ്പ് കുറച്ചുകൂടെ പോയിന്റഡ് ആയിട്ട് മാറും. അതേസമയം നമ്മുടെ മൗത്തിന്റെ ഫ്ലോറിൽ തന്നെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ റിലാക്സ്ഡ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഈ ടിപ്പ് കുറച്ചുകൂടെ റൗണ്ടഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ ടങ് ഈസ് മോയിസ്റ്റ് ആൻഡ് പിങ്ക് ഇൻ ഹെൽത്ത്. നമ്മുടെ ടങ്ങിന്റെ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ കുറച്ച് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു പിങ്ക് കളറിലുമാണ് ഇത് കാണാൻ സാധിക്കുന്നത്. ഓൺ ദ അപ്പർ സർഫസ് ഇറ്റ് ഹാസ് എ വെൽവെറ്റി അപ്പിയറൻസ് ആൻഡ് ഈസ് കവേർഡ് ബൈ പാപ്പിലെ. അതുപോലെ തന്നെ ഇതിന്റെ അപ്പർ സർഫസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെൽവെറ്റ് അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു അപ്പർ സർഫസിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് പാപ്പിലാസും കാണാൻ പറ്റും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഈ പാപ്പില എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാപ്പിലയാണ്. നമ്മുടെ ടങ്ങിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാപ്പില ഏതൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പലതവണ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പോ നമുക്ക് പ്രധാനമായിട്ടും 4 ടൈപ്പ് പാപ്പിലേസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സർക്കംവാലേറ്റ് പാപ്പിലയാണ്. നമ്മുടെ സർക്കംവാലേറ്റ് പാപ്പിലയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഓഫ് ദീസ് there are from 8 to 12 placed at the base of the tongue. ഏകദേശം 8 മുതൽ 12 വരെയൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ടങ്ങിന്റെ ബേസിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ദീസ് ആർ ദ ലാർജസ്റ്റ് ആൻഡ് ഈച്ച് വൺ ഈസ് സറൗണ്ടഡ് ബൈ എ ലിറ്റിൽ മോട്ട് ലൈക്ക് ഡിപ്രഷൻ. ഇത് നമ്മുടെ പാപ്പിലേസിന്റെ കാര്യത്തിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത് സർക്കംവാലേറ്റ് പാപ്പിലയാണ്. ഈ ഓരോ പാപ്പിലയും സറൗണ്ട് ചെയ്ത് ചെറിയൊരു ഡിപ്രഷനും നമുക്ക് കാണാനായിട്ട് സാധിക്കും. These papillae are arranged in a V shape at the back of the tongue. ഓക്കെ, ഈ പാപ്പിലേസ് ഏകദേശം ഒരു V ഷേപ്പ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ടങ്ങിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു V ഷേപ്പിലാണ് ഈ ഒരു പാപ്പിലേസ് കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ സർക്കംവാലേറ്റ് പാപ്പിലയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫംഗിഫോം പാപ്പിലയാണ്. ദേ ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ദ ടിപ്പ് ആൻഡ് സൈഡ്സ് ഓഫ് ദ ടങ് ആൻഡ് ആർ ഫംഗോയിഡ് ഇൻ ഷേപ്പ്. ഫംഗിഫോം പാപ്പില ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടങ്ങിന്റെ ടിപ്പിലും അതുപോലെ തന്നെ സൈഡ്സിലുമായിട്ടാണ് ഈ സാധനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫംഗോയിഡ് എന്ന് പറയുന്ന ഒരു ഷേപ്പിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിലിഫോം പാപ്പിലയാണ്. ദേ ആർ ദ മോസ്റ്റ് അബൻഡന്റ് ആൻഡ് ആർ ഫൗണ്ട് ഓവർ ദ ഹോൾ സർഫസ് ഓഫ് ദ ടങ്.
ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പാപ്പില ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫിലിഫോം പാപ്പിലയാണ്. അത് നമ്മുടെ ടങ്ങിന്റെ സർഫസിലും മുഴുവൻ സർഫസിലും കാണാൻ പറ്റും. അങ്ങനെ ടിപ്പ് അല്ലെങ്കിൽ ബാക്ക് സൈഡ് അങ്ങനെയൊന്നുമില്ല. ടങ്ങിൽ മൊത്തത്തിൽ എല്ലാ സർഫസിലും ടങ്ങിന്റെ ഹോൾ പോർഷനിലും കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഫിലിഫോം പാപ്പില എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ ഫോളിയേറ്റ് പാപ്പില എന്ന് പറയുന്നത്. ഫോളിയേറ്റ് പാപ്പിലെ ആർ ലീഫ് ലൈക്ക് വെർട്ടിക്കൽ ഫോൾഡ്സ് ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബാക്ക് ഓഫ് യുവർ ടങ്. ഇനി ഫോളിയേറ്റ് പാപ്പിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ലീഫ് ലൈക്ക് ആയിട്ട് കാണപ്പെടുന്ന പാപ്പിലേസ് ആണ് ഫോളിയേറ്റ് പാപ്പില എന്ന് പറയുന്നത്. ഇത് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ ടങ്ങിന്റെ ബാക്ക് സൈഡിൽ സൈഡ്സിലായിട്ടാണ്, പിറകുവശത്ത് സൈഡിലായിട്ടാണ് ഈ ഒരു ഫോളിയേറ്റ് പാപ്പില് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ടേസ്റ്റിനെ കുറിച്ച്, ആ ഒരു ടങ്ങിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. അപ്പം നിങ്ങൾ ഈ ഒരു ചാപ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ കൂടുതലും ഇതിനകത്തുള്ള പിക്ചേഴ്സ് കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പൊ നമ്മൾ ടങ്ങിന്റെ കാര്യം പറഞ്ഞ് ഈ ഒരു പിക്ചറും കൂടെ അതിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടങ്ങിന്റെ മൊത്തത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും പിറകുവശത്തായിട്ട് നമുക്ക് ഹാഡ് പാലറ്റും അതുപോലെ തന്നെ സോഫ്റ്റ് പാലറ്റും കാണാം. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഊല എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം. ആ ഒരു ബാക്ക് സൈഡിലുള്ള ഫുൾ സർഫസിനെയാണ് നമ്മൾ ഓറോ ഫാരിങ്സ് എന്ന് പറയുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ പാപ്പിലാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സർക്കംവാലേറ്റ് പാപ്പില, ഫിലിഫോം പാപ്പില ആൻഡ് ഫംഗിഫോം പാപ്പിലയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ടേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ സ്ട്രക്ചേഴ്സും കാര്യങ്ങളും എല്ലാം എഴുതിയതിനു ശേഷം ഈ ഒരു പിക്ചറും കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതിനകത്ത് നോക്കാനുള്ളതാണ് ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ടേസ്റ്റിന്റെ എൻഡ് ഓർഗൻസ് ആണ് നമ്മൾ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. അവസാനം നമ്മുടെ ആ ഒരു ടേസ്റ്റിന്റെ സെൻസേഷൻ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു എൻഡ് ഓർഗൻ ആണ് ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. വിച്ച് ആർ വെരി ന്യൂമറസ് ഇൻ ദ വാൾസ് ഓഫ് ദ സർക്കംവാലേറ്റ് ആൻഡ് ഫംഗിഫോം പാപ്പിലെ. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർക്കംവാലേറ്റ് പാപ്പിലയിലും അതുപോലെ തന്നെ ഫംഗിഫോം പാപ്പിലയിലുമാണ്. ഓക്കെ, ടേസ്റ്റിന്റെ എൻഡ് ഓർഗൻസ് ആണ് ടേസ്റ്റ് ബഡ്സ്. കൂടുതലും കാണപ്പെടുന്നത് സർക്കംവാലേറ്റ് പാപ്പിലയിലും ഫംഗിഫോം പാപ്പിലയിലുമാണ്. ഫിലിഫോം പാപ്പിലെ ആർ കൺസേൺ മോർ വിത്ത് ദ സെൻസ് ഓഫ് ടച്ച് റാദർ ദാൻ ആക്ച്വൽ ടേസ്റ്റ്. ഇനി ഫിലിഫോം പാപ്പിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത് കൂടുതലും ടച്ച് എന്ന് പറയുന്ന സെൻസുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ടേസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സെൻസിനേക്കാളും കൂടുതൽ ടച്ച് എന്ന് പറയുന്ന ഒരു സെൻസ് ആണ് ഫിലിഫോം പാപ്പിലെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ടേസ്റ്റ് ബഡ്സ് ആർ ഓൾസോ കണ്ടെയ്ൻഡ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ പാലറ്റ് ആൻഡ് ഫാരിങ്സ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ പാപ്പിലേസിൽ മാത്രം അല്ല ഈ ഒരു ടേസ്റ്റ് ബഡ്സ് കാണപ്പെടുന്നത്. കൂടാതെ നമ്മുടെ പാലറ്റിലെയും ഫാരിങ്സിലെയും ഒക്കെ മ്യൂക്കസ് മെംബ്രെയിനിലും ഈ ഒരു ടേസ്റ്റ് ബഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ടേസ്റ്റ് ബഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെർവ് സപ്ലൈ ഓഫ് ടങ്. ടങ്ങിനെ സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ മസിൽസ് ഓഫ് ദ ടങ് ആർ ഇന്നർവേറ്റഡ് ബൈ ദ ഹൈപ്പോഗ്ലോസൽ നെർവ്. ഇനി ടങ്ങിന്റെ മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന നെർവ് ഏതാന്ന് ചോദിച്ചാൽ അത് 12th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഹൈപ്പോഗ്ലോസൽ ആണ്. മറക്കരുത്, ടങ്ങിന്റെ മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന നെർവ് 12th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഹൈപ്പോഗ്ലോസൽ ആണ്. ഇനി സെൻസേഷന്റെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻസേഷനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജനറൽ സെൻസേഷൻ, രണ്ട് സ്പെഷ്യൽ ടേസ്റ്റ് സെൻസേഷൻ. ഈ ജനറൽ സെൻസേഷനിലാണ് നമ്മുടെ ടാക്ടൈൽ സെൻസും അതുപോലെ തന്നെ ഈ ഒരു സൈസ്, ഷേപ്പ്, ടെക്സ്ചർ, കൺസിസ്റ്റൻസ്, ടെമ്പറേച്ചർ ഇതിലൊക്കെ വരുന്ന വ്യത്യാസങ്ങൾ, ഇതെല്ലാം എന്ന് പറയുന്നത് ജനറൽ സെൻസേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് നമുക്കുള്ളത് സ്പെഷ്യൽ ടേസ്റ്റ് സെൻസേഷൻ ആണ്. ഇങ്ങനെ രണ്ട് സെൻസേഷൻ ഉണ്ടെന്ന് ഓർക്കുക. ഇതില് ജനറൽ സെൻസേഷനിൽ നിന്നുള്ള അതിന്റെ ഇമ്പൾസസ്, general sensation impulses from the anterior part of the tongue travel in the lingual nerve, a branch of the 5th cranial nerve. ഓക്കെ, ഈ ജനറൽ സെൻസേഷന്റെ ഇമ്പൾസസ് നോക്കുകയാണെങ്കിൽ ടങ്ങിന്റെ ആന്റീരിയർ പാർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ ലിംഗ്വൽ നെർവിലേക്കാണ് പോകുന്നത്. ലിംഗ്വൽ നെർവ് എന്ന് പറയുന്നത് 5th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ട്രൈജെമിനലിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, അപ്പൊ ജനറൽ സെൻസേഷന്റെ ഇമ്പൾസസ് ടങ്ങിന്റെ ആന്റീരിയർ പാർട്ടിൽ നിന്നും ലിംഗ്വൽ നെർവിലേക്കാണ് പോകുന്നത്. അത് നമ്മുടെ 5th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ട്രൈജെമിനലിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഇനി സ്പെഷ്യൽ ടേസ്റ്റ് ഇമ്പൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ട്രാവൽ ചെയ്യുന്നത് കോഡ ടിംബാനിയിലേക്കാണ്, വിച്ച് റൺസ് വിത്ത് ദ ലിംഗ്വൽ നെർവ് ബട്ട് ലേറ്റർ ജോയിൻസ് ദ 7th ക്രേനിയൽ, ദ ഫേഷ്യൽ നെർവ്. അപ്പൊ സ്പെഷ്യൽ ടേസ്റ്റിന്റെ കാര്യത്തിൽ ഈ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുന്നത് കോഡ ടിംബാനിയിലേക്കാണ്, പിന്നീട് ഇത് ലിംഗ്വൽ നെർവിലേക്ക് പോകുന്നുണ്ട്.
പക്ഷെ ഇത് ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നത് 7th cranial nerve ആയിട്ടുള്ള ഫേഷ്യൽ നെർവിലാണ്. ഓക്കെ, ഇനി അടുത്ത് പറയുകയാണെങ്കിൽ ഗ്ലോസോഫരിഞ്ചൽ നെർവ്, അതായത് 9th cranial എന്ന് പറയുന്നത് carries both general sensation and special taste sensation impulses from the posterior 1/3 of the tongue. അടുത്ത ഒരു cranial nerve ആണ് 9th cranial nerve ആയിട്ടുള്ള ഗ്ലോസോഫരിഞ്ചൽ നെർവ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജനറൽ സെൻസേഷനും ക്യാരി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റ് സെൻസേഷനും ക്യാരി ചെയ്യുന്നുണ്ട്. എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടങ്ങിന്റെ പോസ്റ്റീരിയർ 1/3, അതായത് ടങ്ങിന്റെ ബാക്ക് സൈഡിലുള്ള 1/3 പോർഷനിൽ നിന്നുള്ള ജനറൽ സെൻസേഷനും അതുപോലെ തന്നെ സ്പെഷ്യൽ ടേസ്റ്റ് സെൻസേഷനും ക്യാരി ചെയ്യുന്നത് 9th cranial nerve ആയിട്ടുള്ള ഗ്ലോസോഫരിഞ്ചൽ നെർവ് ആണ്. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്നും ആ ലാസ്റ്റ് പോയിന്റ് ഇതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. Thus, the sensation of taste of the tongue are supplied by the 5th, 7th and 9th cranial nerves, and its movements are innervated by the 12th cranial nerve. അപ്പം നമ്മുടെ ടേസ്റ്റ് സെൻസേഷന്, ടങ്ങിന്റെ ടേസ്റ്റ് സെൻസേഷനെ സപ്ലൈ ചെയ്യുന്ന നെർവ്സ് എന്ന് പറയുന്നത് 5th cranial nerve, 7th cranial nerve and 9th cranial nerve ആണ്. അതുപോലെ തന്നെ ടങ്ങിന്റെ മൂവ്മെന്റിന് സപ്ലൈ ചെയ്യുന്ന നെർവ് ആണ് 12th cranial nerve. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പം മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന നെർവ് ആണ് 12th cranial nerve ആയിട്ടുള്ള ഹൈപ്പോഗ്ലോസലും. ജനറൽ സെൻസേഷൻ ആന്റീരിയർ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ ജനറൽ സെൻസേഷനെ ക്യാരി ചെയ്യുന്നത് നമ്മുടെ 5th cranial nerve ആയിട്ടുള്ള ട്രൈജെമിനലിന്റെ ബ്രാഞ്ച് ആണ്. പിന്നീട് അവിടെ സ്പെഷ്യൽ ടേസ്റ്റ് സെൻസേഷനെ ക്യാരി ചെയ്യുന്നത് നമ്മുടെ 7th cranial nerve ആണ്. ഇനി ടങ്ങിന്റെ തന്നെ പോസ്റ്റീരിയർ 1/3 നോക്കുകയാണെങ്കിൽ അവിടെ സ്പെഷ്യൽ ടേസ്റ്റ് സെൻസേഷനും ജനറൽ സെൻസേഷനും ക്യാരി ചെയ്യുന്നത് 9th cranial nerve ആയിട്ടുള്ള ഗ്ലോസോഫരിഞ്ചൽ നെർവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് രണ്ട് കണ്ടീഷൻസ് ആണ് പറയുന്നത്, ഗ്ലോസൈറ്റിസ് ആൻഡ് ലൂക്കോപ്ലേക്കിയ. അപ്പൊ എന്താണ് ഗ്ലോസൈറ്റിസ് എന്നുള്ളത് നോക്കാം. ഇൻഫ്ലമേഷൻ ഓഫ് ദ ടങ്, ഇറ്റ് മേ ബി അക്യൂട്ട് വിത്ത് ദ ടങ് കവേർഡ് ബൈ അൾസേഴ്സ് ആൻഡ് ടെൻഡർ ഓർ ക്രോണിക്. നമ്മുടെ ടങ്ങിന്റെ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ഗ്ലോസൈറ്റിസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അക്യൂട്ട് ആയിട്ട് വരാം അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് വരാം. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ടങ്ങിനെ കവർ ചെയ്തുകൊണ്ട് അൾസേഴ്സും ടെൻഡറും ഒക്കെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് കൂടുതലും കണ്ടുവരുന്നത് പേഷ്യൻസ് വിത്ത് ക്രോണിക് ഇൻഡൈജഷൻ ഓർ ഇൻഫെക്റ്റഡ് ടീത്ത്, ഡൈജഷൻ കറക്റ്റ് ആയിട്ട് നടക്കാത്ത, അത് ക്രോണിക് ആയിട്ട് മാറിയിട്ടുള്ള പേഷ്യൻസിലും അതുപോലെ തന്നെ ടീത്ത് ഒക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലുമാണ് കൂടുതലും ഗ്ലോസൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടുവരുന്നത്. ദ ടങ് ഈസ് ഫ്ലാബി ആൻഡ് പെയിൽ. അപ്പം ഈ ടങ്ങിന്റെ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലാബി എന്ന് പറഞ്ഞാൽ ടൂ മച്ച് സോഫ്റ്റ്, ഫാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മസിൽ, മസിലിന് പകരം ഫാറ്റ് വന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടും ഈ ഒരു ടങ് എന്ന് പറയുന്നത്. പിന്നെ പെയിൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ പറയത്തില്ലേ വിളറി ഇരിക്കുക എന്ന് പറയുന്നത്, ഈ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ ടങ് മാറും. വിത്ത് ദ എഡ്ജസ് ഇന്റൻഡഡ് ബൈ പ്രഷർ ഫ്രം ദ ടീത്ത്, കൂടുതലും നമ്മുടെ ടീത്തിൽ നിന്ന് പ്രഷർ നമ്മുടെ ഈ ഒരു ടങ്ങിലേക്ക് ഈ ഒരു കണ്ടീഷനിൽ കൂടുതലായിട്ട് വരും. ഓക്കെ, ടങ് കൂടുതൽ സോഫ്റ്റ് ആയി മാറുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ടീത്തിൽ നിന്നുള്ള പ്രഷേഴ്സ് എല്ലാം കൂടെ ഈ ഒരു ടങ്ങിന്റെ എഡ്ജസിലേക്ക് പോകും. ആസ് എ റൂൾ, വിത്ത് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ജനറൽ ഹെൽത്ത് ആൻഡ് കെയർ ഇൻ ദ ഹൈജീൻ ഓഫ് ദ മൗത്ത്, ക്രോണിക് ഗ്ലോസൈറ്റിസ് ക്ലിയർസ് അപ്പ്. അപ്പം നമ്മുടെ ജനറൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനും അതുപോലെ തന്നെ നമ്മുടെ മൗത്തിന്റെ ഹൈജീൻ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നത് വഴി ഈ ഒരു ഗ്ലോസൈറ്റിസ് കണ്ടീഷൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കണ്ടീഷനാണ് ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ തിക്ക് വൈറ്റ് പാച്ചസ് ഇൻ ദ ടങ്. നമ്മുടെ നാക്കിലും ഒരു തിക്കായിട്ടുള്ള വൈറ്റ് പാച്ചസ് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത്. ഇത് ടങ്ങിൽ മാത്രമല്ല നമ്മുടെ ബക്കൽ മ്യൂക്കസ് മെംബ്രെയിൻസിലും ഗംസിലും കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു തിക്ക് വൈറ്റ് പാച്ചസ് കാണാനായിട്ട് സാധിക്കും. ഇത് കൂടുതലും കണ്ടുവരുന്നത് സ്മോക്കേഴ്സിലാണ്. ഓക്കെ, സ്മോക്കേഴ്സിലാണ് ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നമ്മുടെ ടങ്ങിലും ബക്കൽ മ്യൂക്കോസ മെംബ്രെയിനിലും ഗംസിലും ഒക്കെ തിക്കായിട്ടുള്ള വൈറ്റ് പാച്ചസ് കാണുന്നു. ഓക്കെ, അപ്പം ആ രണ്ട് കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മുടെ ഗ്ലോസൈറ്റിസ്, ഇൻഫ്ലമേഷൻ വരുന്ന ആ ഒരു കണ്ടീഷനാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തിക്ക് വൈറ്റ് പാച്ചസ് ആ ഒരു ടങ്ങിന്റെ അണ്ടർ സർഫസിലൊക്കെ കാണാം. ഇതാണ് ല്യൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സെൻസ് ആണ് സ്മെൽ എന്ന് പറയുന്നത്. അപ്പം സ്മെല്ലിനെ കുറിച്ച് പറയുമ്പോൾ ദ ഓൾഫാക്ടറി ഓർ ഫസ്റ്റ് ക്രേനിയൽ നെർവ് സപ്ലൈസ് ദ എൻഡ് ഓർഗൻസ് ഓഫ് സ്മെല്ല്. നമ്മുടെ സ്മെല്ലിന്റെ എൻഡ് ഓർഗൻസിനെ സപ്ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഓൾഫാക്ടറി നെർവ് ആണ്. ഓക്കെ, ഇനി പറയുന്നത് ദ ഫിലമെന്റ്സ് ഓഫ് ദിസ് നെർവ് അറൈസ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓഫ് ദ നേസൽ കാവിറ്റീസ്
വിച്ച് ഈസ് നോൺ ആസ് ദ ഓൾഫാക്ടറി പോർഷൻ ഓഫ് ദ നോസ്. അപ്പം ഈ ഒരു ഓൾഫാക്ടറി നെർവിന്റെ ഫിലമെന്റ്സ് അറൈസ് ചെയ്യുന്നത് നമ്മുടെ നേസൽ ക്യാവിറ്റിയിലുള്ള മ്യൂക്കസ് മെംബ്രെയിന്റെ അപ്പർ പാർട്ടിൽ നിന്നുമാണ്. ഈ ഒരു നേസൽ ക്യാവിറ്റിയുടെ മ്യൂക്കസ് മെംബ്രെയിന്റെ ആ ഒരു അപ്പർ പോർഷനെയാണ് നമ്മൾ ഓൾഫാക്ടറി പോർഷൻ ഓഫ് ദ നോസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓൾഫാക്ടറി പോർഷൻ ഓഫ് ദ നോസിൽ നിന്നുമാണ് നമ്മുടെ ഈ ഒരു ഓൾഫാക്ടറി നെർവിന്റെ ഫിലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ലൈൻഡ് വിത്ത് ഹൈലി സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫ്രം which minute fibrils pass to arborize with the fibers from the olfactory bulb. അപ്പം ഇവിടെ നിന്നും ഇതിനെ ലൈൻ ചെയ്തുകൊണ്ട് കുറേയധികം ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കാണപ്പെടുന്നുണ്ട്. അവിടെ നിന്നും ചെറിയ ചെറിയ മൈന്യൂട്ട് ഫൈബ്രൽസ് വന്നിട്ട് അത് നമ്മുടെ ഓൾഫാക്ടറി ബൾബിലുള്ള ഫൈബേഴ്സുമായിട്ട് അർബറൈസ് ചെയ്യുന്നുണ്ട്. അർബറൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ച്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു ഈ ഒരു നേസൽ ക്യാവിറ്റിയുടെ ആ ഒരു അപ്പർ പാർട്ട്, മ്യൂക്കസ് മെംബ്രെയിന്റെ അപ്പർ പാർട്ടാണ് ഓൾഫാക്ടറി പോർഷൻ. അവിടെ നിന്നുമാണ് ഈ ഓൾഫാക്ടറി നെർവ് അതിന്റെ ഫിലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെ ലൈൻ ചെയ്തുകൊണ്ട് കുറേയധികം സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണപ്പെടുന്നു. അവിടെ നിന്നും മൈന്യൂട്ട് ഫൈബ്രസ് പാസ് ചെയ്ത് നമ്മുടെ ഓൾഫാക്ടറി ബൾബിലുള്ള ഫൈബേഴ്സുമായിട്ട് അർബറൈസ് ചെയ്യുന്നത് ബ്രാഞ്ച്ഡ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. ഇനി ഓൾഫാക്ടറി ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ആക്ച്വലി അൻ ഔട്ട്ലൈൻ പോർഷൻ ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഔട്ട്ലൈൻ പോർഷൻ ആണ് ഈ ഒരു ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്ലൈറ്റ്ലി ബൾബസ് പോർഷൻ ഓഫ് ദ ഓൾഫാക്ടറി നെർവ് ട്രാക്ട് വിച്ച് ലൈസ് എബവ് ദ ക്രിബ്രിഫോം പ്ലേറ്റ് ഓഫ് ദ എത്തമോയിഡ് ബോൺ. അപ്പം ഈ ഒരു ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾഫാക്ടറി നെർവ് ട്രാക്റ്റിന്റെ ഒരു ചെറിയൊരു ബൾബസ് പോർഷൻ ആണ്. അപ്പം ഈ ഒരു ഓൾഫാക്ടറി നെർവ് ട്രാക്ട് ലൈ ചെയ്യുന്നത് നമ്മുടെ എത്തമോയിഡ് ബോണിന് ഉള്ള ക്രിബ്രിഫോം പ്ലേറ്റിന് മുകളിലായിട്ടാണ്. എത്തമോയിഡ് ബോണിലുള്ള ഒരു സ്ട്രക്ചറാണ് ക്രിബ്രിഫോം പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഈ ഒരു ഓൾഫാക്ടറി നെർവ് ട്രാക്ട് ഉള്ളത്. അതിന്റെ ഒരു ബൾബസ് പോർഷൻ ആണ് ഈ ഒരു ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്നത്. From the olfactory bulb, sensation is passed along the olfactory tract by several relaying stations until it reaches the final receiving area in the olfactory center, which lies in the temporal lobe of the cerebral hemisphere where the sensation is interpreted. അപ്പം ഓൾഫാക്ടറി ബൾബിൽ നിന്നും നമ്മുടെ സെൻസേഷൻ പാസ് ചെയ്തിട്ട് ഓൾഫാക്ടറി ട്രാക്റ്റിലൂടെയാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. പല റിലേയിങ് സ്റ്റേഷൻസും കഴിഞ്ഞിട്ട് ഇത് ഫൈനലി എത്തിച്ചേരുന്നത് നമ്മുടെ ടെമ്പറൽ ലോബിലുള്ള ഓൾഫാക്ടറി സെന്ററിലാണ്. നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയറിലാണ് ടെമ്പറൽ ലോബ് കാണുന്നത്. അതിലെ ഒരു സെന്റർ ആണ് ഓൾഫാക്ടറി സെന്റർ. അതാണ് നമ്മുടെ ഈ ഒരു സ്മെൽ എന്ന് പറയുന്ന ആ ഒരു സെൻസിന്റെ ഫൈനൽ റിസീവിങ് ഏരിയ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ സെൻസേഷൻസ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് മൊത്തത്തിൽ ആ ഒരു നെർവ്, ആ ഒരു സ്ട്രക്ചർ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഓൾഫാക്ടറി നെർവ് ആണ് നമ്മുടെ സ്മെല്ലിന്റെ ആ ഒരു നെർവ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നുള്ള ഫിലമെന്റ്സ് അറൈസ് ചെയ്യുന്നത് നമ്മുടെ നേസൽ ക്യാവിറ്റീസിന്റെ അപ്പർ പാർട്ട് ആയിട്ടുള്ള ഓൾഫാക്ടറി പോർഷനിൽ നിന്നുമാണ്. അവിടെ നിന്ന് കുറെ അധികം സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. അതിൽ നിന്നും കുറെ അധികം ഫൈബേഴ്സ് പാസ് ചെയ്തിട്ട് നമ്മുടെ ഓൾഫാക്ടറി ബൾബിലുള്ള ഫൈബേഴ്സുമായിട്ട് അർബറൈസ് ചെയ്യുന്നുണ്ട്. ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്നത് നമ്മുടെ എത്തമോയിഡ് ബോണിലുള്ള ക്രിബ്രിഫോം പ്ലേറ്റിന് തൊട്ട് മുകളിലായിട്ട് ഓൾഫാക്ടറി നെർവ് ട്രാക്ട് ഉണ്ട്. അതിന്റെ കുറച്ച് സ്ലൈറ്റ് ബൾബസ് പോർഷൻ ആണ് ഓൾഫാക്ടറി ബൾബ്. ഈ ഒരു ഓൾഫാക്ടറി ബൾബിൽ നിന്നുള്ള സെൻസേഷൻസ് ഓൾഫാക്ടറി ട്രാക്റ്റിലൂടെ ട്രാവൽ ചെയ്തിട്ട് ഫൈനലി ഇത് നമ്മുടെ സെറിബ്രൽ ഹെമിസ്ഫിയറിലുള്ള ടെമ്പറൽ ലോബിന്റെ പാർട്ടായിട്ടുള്ള ഓൾഫാക്ടറി സെന്ററിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇത്രയാണ് സ്മെല്ലിന്റെ കാര്യത്തിൽ വരുന്നത്. ഇപ്പൊ സ്മെല്ലിന്റെ ഇത്രയും കാര്യങ്ങൾ എഴുതിയതിനു ശേഷം നിങ്ങൾ ഈ ഒരു പിക്ചർ കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനകത്തൂടെ നമുക്ക് മനസ്സിലാകും സ്മെല്ലിങ്ങിന്റെ റൂട്ട് വന്നതിന് ശേഷം നമ്മുടെ ഓൾഫാക്ടറി നെർവ്സ് ക്രിബ്രിഫോം പ്ലേറ്റിലൂടെ പാസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ഓൾഫാക്ടറി ബൾബും അതുപോലെ തന്നെ ഓൾഫാക്ടറി ട്രാക്റ്റും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ലാസ്റ്റ് ഫൈനലി ഇത് ഓൾഫാക്ടറി നമ്മുടെ ടെമ്പറൽ ലോബിലുള്ള ഓൾഫാക്ടറി സെന്ററിൽ എത്തിച്ചേരുന്നതുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ താഴെ നമ്മൾ ബ്രീത്തിങ്ങിന്റെ ടൈമിലുള്ള എയർ പാസ് ചെയ്യുന്ന റൂട്ടും കൂടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മെല്ലിന്റെ റൂട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പൊ സ്മെല്ലിന്റെ റൂട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഇതുപോലെ ഒരു പിക്ചറും കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ഓർഗൻ ഓഫ് സ്പെഷ്യൽ സെൻസ് അയൺ സൈറ്റ് എന്നുള്ളതിനകത്ത് അയൺ സൈറ്റ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഐബോളിന്റെ കാര്യമാണ്. ഐബോളിന്റെ സ്ട്രക്ചർ കാര്യങ്ങളാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. അപ്പം ഐബോളിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എബൌട്ട് ആൻ ഇഞ്ച് ഇൻ ഡയമീറ്റർ. ഒരു ഡയമീറ്റർ ആണ് ഇതിന്റെ 1 ഇഞ്ച് ഡയമീറ്റർ ആണ് ഈ ഒരു ഐബോളിന് പ്രധാനമായിട്ടും ഉള്ളത്. ഇത് ഫ്രണ്ട് പോർഷനിൽ ട്രാൻസ്പാരന്റ് ആണ്.
അതുപോലെ തന്നെ ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് 3 ലെയേഴ്സ് കൊണ്ടാണ്. ഓക്കെ, ഔട്ടർ എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ലെയർ ആണ്, അതൊരു സപ്പോർട്ടിംഗ് ലെയർ ആണ്. മിഡിൽ പോർഷനിൽ നമുക്കൊരു വാസ്കുലർ ലെയർ ആണുള്ളത്. ഏറ്റവും ഇന്നർ മോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു നെർവസ് ലെയർ ആണുള്ളത്. ഏകദേശം 1 ഇഞ്ച് ഡയമീറ്റർ ആണ് ഐബോളിനുള്ളത്. ഫ്രണ്ട് പോർഷൻ ട്രാൻസ്പാരന്റ് ആണ്. 3 ലെയേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഔട്ടർ ഫൈബ്രസ്, മിഡിൽ വാസ്കുലർ ആൻഡ് ഇന്നർ നെർവസ് ലെയർ ആണ്. ഇനി ഇതിന് മസിൽസിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ 6 മസിൽസ് ആണ് ഐയുടെ മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ 4 സ്ട്രെയിറ്റ് മസിൽസും 2 ഒബ്ലിക് മസിൽസും ആണ്. ഓക്കെ, ഇതില് സ്ട്രെയിറ്റ് മസിൽസ് എന്ന് പറയുന്നത് സുപ്പീരിയർ റെക്ടസ്, ഇൻഫീരിയർ റെക്ടസ്, മീഡിയൽ റെക്ടസ് ആൻഡ് ലാറ്ററൽ റെക്ടസ് ആണ്. അപ്പം ഈ 4 റെക്ടസ് മസിൽസ് ആണ് സ്ട്രെയിറ്റ് മസിൽസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ മൂവ്മെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ സുപ്പീരിയർ റെക്ടസ് മസിൽസ് ആണ് അപ്വേർഡ് മൂവ്മെന്റ്, ഐയുടെ അപ്വേർഡ് മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഇൻഫീരിയർ റെക്ടസ് മസിൽസ് ആണ് ഡൗൺവേർഡ് മൂവ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. മീഡിയൽ റെക്ടസ് മസിൽസ് ആണ് ഇൻവേർഡ്, ഉള്ളിലേക്കുള്ള മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ലാറ്ററൽ റെക്ടസ് മസിൽസ് ആണ് നമ്മുടെ ഔട്ട്വേർഡ്, ഐബോളിന്റെ പുറത്തേക്കുള്ള മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് ഒബ്ലിക് മസിൽസ് ആണെന്ന് പറഞ്ഞു. ഒബ്ലിക് മസിൽസ് 2 ആണുള്ളത്. ഒന്ന് ഇൻഫീരിയർ ഒബ്ലിക് മസിൽ ആൻഡ് രണ്ടാമത്തത് സുപ്പീരിയർ ഒബ്ലിക് മസിൽ. ഇതില് സുപ്പീരിയർ ഒബ്ലിക്കിന്റെ മൂവ്മെന്റ് പറയുകയാണെങ്കിൽ സുപ്പീരിയർ ഒബ്ലിക് മൂവ്സ് ദ ഐ ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഇവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സുപ്പീരിയർ എന്ന് പറയുന്ന ടേം വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മുകളിലേക്ക് അപ്വേർഡ് മൂവ്മെന്റ് ഉദ്ദേശിക്കും. പക്ഷേ ഒബ്ലിക് മസിൽസിന്റെ കാര്യത്തിൽ അത് നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. സുപ്പീരിയർ ഒബ്ലിക് നമ്മുടെ ഐയുടെ ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻഫീരിയർ ഒബ്ലിക് ആണെന്നുണ്ടെങ്കിലോ അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഔട്ട്വേർഡ് മൂവ്മെന്റ് തന്നെയാണ് ഒരെണ്ണം. പക്ഷേ സുപ്പീരിയറിലാണെന്നുണ്ടെങ്കിൽ ഐയുടെ ഡൗൺവേർഡ് മൂവ്മെന്റും ഇൻഫീരിയറിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്വേർഡ് മൂവ്മെന്റും ആണ് നടക്കുന്നത്. അത് തിരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചോണേ. നെക്സ്റ്റ്, ദ നെർവ് സപ്ലൈങ് ദീസ് മസിൽസ് ആർ ദ മോട്ടോസോക്കിലെ ദ 3rd, 4th ആൻഡ് 6th ക്രേനിയൽ നെർവ്സ് ആണ് പ്രധാനമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു മസിൽസിന്റെ മൂവ്മെന്റിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സ് ആണ് ഒന്ന് മോട്ടോസോക്കുലെ എന്ന് പറയുന്ന 3rd നെർവ്, പിന്നെ 4th നെർവ് ആയിട്ടുള്ള ട്രോക്ലിയർ, അതുപോലെ തന്നെ 6th ക്രേനിയൽ നെർവ് ആയിട്ടുള്ള അബ്ഡ്യൂസൻ. ഇത് മൂന്നുമാണ് ഐയുടെ മസിൽ മൂവ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന നെർവ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഐബോളിന്റെ ഒരു സ്ട്രക്ചർ ആണ് പറഞ്ഞത്. ഒരു 1 ഇഞ്ച് ഡയമീറ്ററിന്റെ കാര്യം പറഞ്ഞു. ഫ്രണ്ട് പോർഷൻ ട്രാൻസ്പാരന്റ് ആണ്. 3 ലെയേഴ്സ് ഉണ്ട്. ഫൈബ്രസ്, ഔട്ടർ ഫൈബ്രസ്, മിഡിൽ വാസ്കുലർ, ഇന്നർ നെർവസ് ലെയർ. 6 മസിൽസ് ആണുള്ളത്. അതിൽ 4 സ്ട്രെയിറ്റ് മസിൽസ് ഉണ്ട്. സുപ്പീരിയർ, ഇൻഫീരിയർ, മീഡിയൽ ആൻഡ് ലാറ്ററൽ റെക്ടസ് റെസ്പെക്റ്റീവ്ലി. ഇത് അപ്വേർഡ്, ഡൗൺവേർഡ്, ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ 2 ഒബ്ലിക് മസിൽ ആണുള്ളത്, ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ. സുപ്പീരിയർ ആണെന്നുണ്ടെങ്കിൽ കണ്ണിന്റെ ഡൗൺവേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനും, ഇൻഫീരിയർ ആണെന്നുണ്ടെങ്കിൽ അപ്വേർഡ് ആൻഡ് ഔട്ട്വേർഡ് മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട നെർവ്സ് എന്ന് പറയുന്നത് 3rd നെർവ് ആയിട്ടുള്ള മോട്ടോസോക്കുലെ, 4th നെർവ് ആയിട്ടുള്ള ട്രോക്ലിയർ ആൻഡ് 6th നെർവ് ആയിട്ടുള്ള അബ്ഡ്യൂസൻ. ഇത് ഇത്രയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് ഇതിന്റെ ഓരോരോ ഇമ്പോർട്ടന്റ് പോർഷൻ ആയിട്ടാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ 3 ലെയേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്ലീറയാണ്. ഇറ്റ് ഈസ് ദ ടഫ് ഔട്ടർ ഫൈബ്രസ് കോട്ട്. ഏറ്റവും പുറമേ ഉള്ള ഔട്ടർ ഫൈബ്രസ് ആയിട്ടുള്ള കോട്ടാണ് സ്ക്ലീറ എന്ന് പറയുന്നത്. ഇറ്റ് ഫോംസ് ദ വൈറ്റ് ഓഫ് ദ ഐ ആൻഡ് ഇസ് കണ്ടിന്യൂസ് ഇൻ ഫ്രണ്ട് വിത്ത് എ ട്രാൻസ്പാരന്റ് വിൻഡോ മെംബ്രെയിൻ, ദ കോർണിയ. അപ്പം ഇതാണ് നമ്മുടെ കണ്ണിന്റെ ആ ഒരു വെളുത്ത ആ ഒരു പോർഷൻ, വൈറ്റ് പോർഷൻ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് സ്ക്ലീറയാണ്. ഇത് ഫ്രണ്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ട്രാൻസ്പാരന്റ് സ്ട്രക്ചർ ആയിട്ടുള്ള കോർണിയ ആയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഏറ്റവും ഔട്ടർ ഫൈബ്രസ് കോട്ടാണ് സ്ക്ലീറ. ഇതാണ് നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഐയുടെ വൈറ്റ് പോർഷൻ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിൽ ഒരു ട്രാൻസ്പാരന്റ് സ്ട്രക്ചർ ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിനെ നമ്മൾ കോർണിയ എന്ന് പറയുന്നു. സ്ക്ലീറയുടെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഐ ആൻഡ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ ഐബോൾ. നമ്മുടെ കണ്ണിനകത്തുള്ള ചെറിയ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ഐബോളിന്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയുമാണ് സ്ക്ലീറയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലെയർ ആണ് കോറോയിഡ് എന്ന് പറയുന്നത്. കോറോയിഡിനെ നമ്മൾ മിഡിൽ വാസ്കുലർ കോട്ട് എന്നും അറിയപ്പെടാറുണ്ട്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ബ്ലഡ് വെസൽസ്. ഇതിനകത്ത് ഒരുപാട് ബ്ലഡ് വെസൽസ് കാണപ്പെടുന്നുണ്ട്. വിച്ച് ആർ ദ റാമിഫിക്കേഷൻസ് ഓഫ് ദ ഒപ്താൽമിക് ആർട്ടറി, എ ബ്രാഞ്ച് ഓഫ് ദ ഇന്റേണൽ കരോട്ടിഡ്. ഇന്റേണൽ കരോട്ടിഡിന്റെ ഒരു ബ്രാഞ്ച് ആയിട്ടുള്ള ഒപ്താൽമിക് ആർട്ടറിയുടെ റാമിഫിക്കേഷൻ ആണ് ഈ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്.
റാമിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ചിങ് ഔട്ട് ഫ്രം മെയിൻ ആർട്ടീരിയൽ ട്രങ്ക് ഇൻ ടു സ്മാളർ ബ്ലഡ് വെസൽസ്. അതായത് മെയിൻ ആയിട്ടുള്ള ഒരു ആർട്ടറി ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ ബ്ലഡ് വെസൽ ആയിട്ട് മാറുന്നു. അപ്പം ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ച് ആയിട്ടുള്ള ഒപ്താൽമിക് ആർട്ടറി ഇതിങ്ങനെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽ ആയിട്ട് മാറുന്നുണ്ട്. ആ ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ഈ ഒരു കോറോയിഡിനകത്ത് കാണപ്പെടുന്നത്. ദിസ് വാസ്കുലർ കോട്ട് ഫോംസ് ദ ഐറിസ് വിത്ത് ദ സെൻട്രൽ ഓപ്പണിംഗ് ഓർ പ്യൂപ്പിൾ ഓഫ് ദ ഐ. ഈ ഒരു വാസ്കുലർ കോട്ടാണ് ഐറിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഈ ഐറിസിന്റെ സെൻട്രലായിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കാണാം. അതിനെ നമ്മൾ പ്യൂപ്പിൾ ഓഫ് ദ ഐ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം കോറോയിഡിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് ഐറിസ്, അതിന്റെ സെൻട്രൽ ഓപ്പണിംഗ് ആണ് പ്യൂപ്പിള്. ഇനി pigmented layer behind the iris gives it color and determines whether the eye is blue, brown, grey, etc. നമ്മുടെ ഈ ഐറിസിന് തൊട്ടു പിറകിലായിട്ട് ഒരു പിഗ്മെന്റഡ് ലെയർ ഉണ്ട്. ആ ഒരു പിഗ്മെന്റഡ് ലെയർ ആണ് നമ്മുടെ കണ്ണിനുള്ള കളർ കൊടുക്കുന്നത്. അതനുസരിച്ചാണ് നമ്മുടെ കണ്ണ് ബ്ലൂ ആണോ, ബ്രൗൺ ആണോ, ഗ്രേ ആണോ, ബ്ലാക്ക് ആണോ അതൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഐറിസിന് തൊട്ടു പിറകിലുള്ള ഈ ഒരു പിഗ്മെന്റഡ് ലെയർ ആണ്. ഇപ്പം മിഡിൽ വാസ്കുലർ കോട്ടാണ് കോറോയിഡ്. ഇതിനകത്ത് നമ്മുടെ ഒപ്താൽമിക് ആർട്ടറിയുടെ ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു വാസ്കുലർ കോട്ടിനകത്താണ് ഐറിസ് കാണപ്പെടുന്നത്. അതിന്റെ സെൻട്രൽ ഓപ്പണിംഗ് ആണ് പ്യൂപ്പിള്. ഐറിസിന്റെ തൊട്ടു പിറകിലുള്ള പിഗ്മെന്റഡ് ലെയർ ആണ് നമ്മുടെ കണ്ണിന് ആ ഒരു കളർ കൊടുക്കുന്നത്. അത് ബ്ലൂ ആണോ, ബ്രൗൺ ആണോ, ഗ്രേ ആണോ എന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു പിഗ്മെന്റഡ് ലെയർ ആണ്. പിന്നെ പറയുന്നത് the choroid is continuous in front with the iris and just behind the iris this coat is thickened to form the ciliary body. Thus the ciliary body lies between the choroid and the iris. അപ്പം ഇനി കോറോയിഡിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഫ്രണ്ട് പോർഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നത് ഐറിസ് ആയിട്ടാണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഫ്രണ്ട് പോർഷനിൽ കോറോയിഡ് കണ്ടിന്യൂ ചെയ്യുന്നത് ഐറിസ് ആയിട്ടാണ്. ഇനി ഐറിസിന്റെ തൊട്ടു പിറകിലായിട്ട് ഈ ഒരു കോട്ട് തിക്കൻ ചെയ്തിട്ട് സീലിയറി ബോഡി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ സീലിയറി ബോഡി എന്ന് പറയുന്നത് നമ്മുടെ കോറോയിഡിനും ഐറിസിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് കണ്ടെയ്ൻസ് സർക്കുലർ മസിൽ ഫൈബേഴ്സ് ആൻഡ് റേഡിയേറ്റിംഗ് ഫൈബേഴ്സ്. കോൺട്രാക്ഷൻ ഓഫ് ദ ഫോമർ കോൺട്രാക്ട്സ് ദ പ്യൂപ്പിൾ ഓഫ് ദ ഐ. ടുഗദർ ദീസ് ഫോം ദ യൂവിയൽ ട്രാക്ട് കൺസിസ്റ്റിംഗ് ഓഫ് ഐറിസ്, സീലിയറി ബോഡി ആൻഡ് കോറോയിഡ് കോട്ട്. അപ്പം ഈ ഒരു കോറോയിഡിനകത്ത് കുറച്ചധികം സർക്കുലർ മസിൽ ഫൈബേഴ്സും കാണാം, അതുപോലെ തന്നെ റേഡിയേറ്റിംഗ് ഫൈബേഴ്സും കാണാം. ഇതില് ഈ ഒരു സർക്കുലർ മസിൽ ഫൈബേഴ്സ് ആണ് നമ്മുടെ പ്യൂപ്പിളിന്റെ കോൺട്രാക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ മൂന്ന് സ്ട്രക്ചേഴ്സ്, അതായത് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കോറോയിഡിന്റെ കോട്ട്, സീലിയറി ബോഡി, ഐറിസ്, ഈ മൂന്ന് സ്ട്രക്ചേഴ്സിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് യൂവിയൽ ട്രാക്ട്. ഓർത്ത് വെച്ചിരിക്കുക, ഈ മൂന്ന് സ്ട്രക്ചേഴ്സിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് യൂവിയൽ ട്രാക്ട്. Inflammation of the individual part is described as iritis, cyclitis and choroiditis respectively or collectively as uveitis. ഇനി ഈ പറഞ്ഞ മൂന്ന് സ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞു, അതിനെ മൂന്നിനെയും കൂടെ കളക്റ്റീവ് ആയിട്ട് നമ്മൾ യൂവിയൽ ട്രാക്ട് എന്ന് പറഞ്ഞു. ഇനി ഈ ഓരോ സ്ട്രക്ചറിനും വരുന്ന ഇൻഫ്ലമേഷനെ പറയുന്ന പേരുകളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഐറിസിന് വരുന്ന ഇൻഫ്ലമേഷൻ ആണ് ഐറൈറ്റിസ്, സീലിയറി ബോഡിക്ക് വരുന്ന ഇൻഫ്ലമേഷനെയാണ് സൈക്ലൈറ്റിസ് എന്ന് പറയുന്നത്, ആൻഡ് കോറോയിഡ് കോട്ടിന് വരുന്ന ഇൻഫ്ലമേഷനെയാണ് നമ്മൾ കോറോയിഡൈറ്റിസ് എന്ന് പറയുന്നത്. ഇനി ഈ മൂന്ന് സ്ട്രക്ചറും കൂടെ ചേർത്തിട്ട് ഇൻഫ്ലമേഷൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ യുവൈറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പം കോറോയിഡിന്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. കോറോയിഡിന്റെ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഐറിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പിറകിലായിട്ടാണ് ഇത് തിക്കൻ ചെയ്തിട്ട് സീലിയറി ബോഡി ആയിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് സർക്കുലർ മസിൽ ഫൈബേഴ്സും ഉണ്ട്, റേഡിയേറ്റിംഗ് ഫൈബേഴ്സും ഉണ്ട്. ഈ സർക്കുലർ മസിൽ ഫൈബേഴ്സിന്റെ കോൺട്രാക്ഷൻ ആണ് നമ്മുടെ പ്യൂപ്പിൾ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഈ ഐറിസ്, സീലിയറി ബോഡി, കോറോയിഡ് കോട്ട് മൂന്നിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ യൂവിയൽ ട്രാക്ട് എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വൽ പാർട്ടിലും വരുന്ന ഇൻഫ്ലമേഷനെ ഐറിസിന്റെ ആണെങ്കിൽ ഐറൈറ്റിസ് എന്ന് പറയുന്നു, സീലിയറി ബോഡി ആണെങ്കിൽ സൈക്ലൈറ്റിസ് എന്ന് പറയുന്നു, കോറോയിഡ് കോട്ട് ആണെങ്കിൽ കോറോയിഡൈറ്റിസ് എന്ന് പറയുന്നു. മൂന്നും കൂടെ ചേർത്തിട്ടാണെങ്കിൽ നമ്മൾ യുവൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ലെയർ ആണ് റെറ്റിന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇന്നർ നെർവസ് കോട്ട് ഓഫ് ദ ഐ. നമ്മുടെ ഐയുടെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആണ്, അവിടെ ഒരു നെർവസ് കോട്ടാണ് ഈ ഒരു റെറ്റിന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് എ നമ്പർ ഓഫ് ലെയേഴ്സ് ഓഫ് ഫൈബേഴ്സ്, നെർവ് സെൽസ്, റോഡ്സ് ആൻഡ് കോൺസ്, all of which are included in the construction of the retina. അപ്പം ഈ ഒരു ലെയറിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുറെ അധികം ഫൈബേഴ്സ്, നെർവ് സെൽസ്, റോഡ്സ്, കോൺസ് ഇതൊക്കെ കൊണ്ടാണ്. റോഡ് സെൽസ്, കോൺ സെൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആണ്. അപ്പം ഈ സെൽസും നെർവ് സെൽസും കുറെ അധികം ഫൈബേഴ്സിന്റെ ലെയേഴ്സും ഒക്കെ ചേർന്നിട്ടാണ് ഈ റെറ്റിന എന്ന് പറയുന്ന ഇന്നർ നെർവസ് കോട്ട് ഫോം ചെയ്തിരിക്കുന്നത്. The delicate nerve tissue conducting the nerve impulses from
without inverts to the optic disc, the point where the optic nerve leaves the eyeball. അപ്പം ഡെലിക്കേറ്റ് ആയിട്ടുള്ള കുറേയധികം നെർവ് ടിഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഇതിന്റെ നെർവ് ഇമ്പൾസിനെ കണ്ടക്ട് ചെയ്യുന്ന കുറേയധികം നെർവ് ടിഷ്യൂസ് ഇത് വഴിയിട്ട് ഒപ്റ്റിക് ഡിസ്കിലേക്കാണ് പോകുന്നത്. ഈ ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് നെർവ് നമ്മുടെ ഐബോളിൽ നിന്ന് ലീവ് ചെയ്യുന്ന പാർട്ടാണ്. ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഐബോളിൽ നിന്ന് ലീവ് ചെയ്യുന്ന പോർഷൻ ആണ് ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്നത്. അവിടേക്കായിട്ട് നമ്മുടെ ഈ ഒരു നെർവ് ടിഷ്യൂസ്, ഇമ്പൾസിനെ ക്യാരി ചെയ്യുന്ന നെർവ് ടിഷ്യൂസ് പോകുന്നത്. ഓക്കെ, ഇനി ദിസ് ഈസ് എ ബ്ലൈൻഡ് സ്പോട്ട് ആസ് ഇറ്റ് പോസസ് നോ കോൺസ് ആൻഡ് റോഡ്സ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്ന പാർട്ടിനെ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ട് എന്നും പറയാറുണ്ട്. കാരണം ഇവിടെ കോൺ സെൽസോ റോഡ് സെൽസോ ഒന്നും കാണപ്പെടുന്നില്ല, അതായത് ഫോട്ടോ റിസപ്റ്റർ സെൽസ് ഒന്നും അവിടെ കാണപ്പെടുന്നില്ല. ആൻഡ് ദ മോസ്റ്റ് അക്യൂട്ട്ലി സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ റെറ്റിന ഈസ് ദ മാക്കുല. അതേപോലെ തന്നെ നമ്മുടെ റെറ്റിനയിൽ കാണപ്പെടുന്ന ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാക്കുലയാണ്, വിച്ച് ലൈസ് ജസ്റ്റ് എക്സ്റ്റേണൽ ടു ദ ഒപ്റ്റിക് ഡിസ്ക് ആൻഡ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ദ സെന്റർ ഓഫ് ദ പീപ്പിൾ. ഇനി ഈ മാക്കുല എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മുടെ പ്യൂപ്പിളിന്റെ സെന്ററിന് ഏകദേശം എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒപ്റ്റിക് ഡിസ്കിന് ജസ്റ്റ് എക്സ്റ്റേണൽ ആയിട്ടുമാണ് ഈ ഒരു സ്ട്രക്ചർ വരുന്നത്. അപ്പം ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക് ഡിസ്കിനെയാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഒപ്റ്റിക് നെർവ് ഐബോളിൽ നിന്ന് ലീവ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ്. ഇനി ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് റെറ്റിനയിലുള്ളത് മാക്കുലയാണ്. അത് നമ്മുടെ പ്യൂപ്പിളിന്റെ സെന്ററിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടും ഒപ്റ്റിക് ഡിസ്കിന് ജസ്റ്റ് എക്സ്റ്റേണൽ ആയിട്ടുമാണ് കാണപ്പെടുന്നത്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട 3 ലെയേഴ്സ് എന്ന് പറയുന്നത്. ഈ ലെയേഴ്സ് കൂടാതെ ബാക്കി നമ്മുടെ ഐബോളിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോർണിയയുടെ കാര്യമാണ് പറയുന്നത്. ദ ട്രാൻസ്പാരന്റ് ഫ്രണ്ട് പോർഷൻ കണ്ടിന്യൂസ് വിത്ത് ദ ഡെൻസ് വൈറ്റ് സ്ക്ലീറ. നമ്മുടെ ഐയുടെ വൈറ്റ് പോർഷൻ ആയിട്ടുള്ള സ്ക്ലീറയെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഫ്രണ്ട് പോർഷൻ ആണ് കോർണിയ എന്ന് പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ലെയേഴ്സ്. ഇതിലെ കുറെ അധികം ലെയേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ സൂപ്പർഫിഷ്യൽ ലെയർ ഈസ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം കണ്ടിന്യൂസ് വിത്ത് ദ കൺജങ്ക്റ്റീവ. ഇതിൽ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കോർണിയയുടെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയം ആണ്. അത് കണ്ടിന്യൂ ചെയ്ത് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് കൺജങ്ക്റ്റൈവ. അത് ഓർത്ത് വെച്ചിരിക്കാം. ഇപ്പൊ കോർണിയയുടെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയറിൽ കണ്ടിന്യൂ ചെയ്ത് വരുന്നതാണ് കൺജങ്ക്റ്റൈവ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആന്റീരിയർ ചേംബർ ആണ്. ഈ ആന്റീരിയർ ചേംബർ എന്ന് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞ കോർണിയയ്ക്കും അടുത്ത് വരുന്ന ഐറിസിനും ഇടയിലായിട്ട് കണ്ടുവരുന്ന ഒരു സ്ട്രക്ചർ ആണ് ആന്റീരിയർ ചേംബർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഐറിസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ഐറിസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ ദ കളേർഡ് കർട്ടൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലെൻസ് വിച്ച് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ കോറോയിഡ് കോട്ട്. നമ്മുടെ മിഡിൽ വാസ്കുലർ ലെയർ ആയിട്ടുള്ള കോറോയിഡ് കോട്ടിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ലെൻസിന് തൊട്ടു മുന്നിലുള്ള ഒരു കളേർഡ് കർട്ടൻ ആണ് ഐറിസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഐറിസ് കണ്ടെയ്ൻസ് 2 sets ഓഫ് ഇൻവോളണ്ടറി ഓർ പ്ലെയിൻ മസിൽ ഫൈബേഴ്സ്. അപ്പം ഈ ഒരു ഐറിസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ 2 സെറ്റ് ഇൻവോളണ്ടറി അല്ലെങ്കിൽ പ്ലെയിൻ മസിൽ ഫൈബേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഒരു സെറ്റ് മസിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസിനെ കോൺട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റൊരു സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്യൂപ്പിള് ഡൈലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഐറിസ് എന്ന് പറയുന്നത് നമ്മുടെ ലെൻസിന് തൊട്ട് ഫ്രണ്ടിൽ കാണപ്പെടുന്ന ഒരു കളേർഡ് കർട്ടൻ ആണ്. കോറോയിഡ് കോട്ടിനെ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഇത് കണ്ടുവരുന്നത്. ഇതിനകത്ത് 2 സെറ്റ് മസിൽസ് ഫൈബേഴ്സ് നമുക്ക് കാണാം. ഒരെണ്ണം നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് കോൺട്രാക്ട് ചെയ്യാനും മറ്റേ സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്യൂപ്പിള് ഡയലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡാർക്ക് സെൻട്രൽ സ്പോട്ട് വിച്ച് ഈസ് ആൻ ഓപ്പണിംഗ് ഇൻ ദ ഐറിസ് ത്രൂ വിച്ച് ലൈറ്റ് റീച്ചസ് ദ റെറ്റിന. ഈ പ്യൂപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഐറിസിനകത്ത് കാണപ്പെടുന്ന ഒരു ഓപ്പണിംഗ് ആണ്. അതൊരു ഡാർക്ക് സെൻട്രൽ സ്പോട്ട് ആണ്. നല്ല ഡാർക്ക് കളറിലായിട്ടാണ് കാണപ്പെടുന്നത്. ഏകദേശം സെന്റർ പോർഷനിലാണ് ഉള്ളത്. അത് ഐറിസിന്റെ ഓപ്പണിംഗ് ആണ്. ഈ പ്യൂപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചറിലൂടെയാണ് പുറത്തു നിന്നുള്ള ലൈറ്റ് നമ്മുടെ റെറ്റിനയിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, ലൈറ്റ് നമ്മുടെ റെറ്റിനയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ചേംബറിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ പോസ്റ്റീരിയർ ചേംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദ ഐറിസ് ആൻഡ് ലെൻസ്. നമ്മുടെ ഐറിസിനും ലെൻസിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന പോർഷൻ ആണ് പോസ്റ്റീരിയർ ചേംബർ എന്ന് പറയുന്നത്. ബോത്ത് ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ചേംബേഴ്സ് ആർ ഫിൽഡ് വിത്ത് അക്വസ് ഹ്യൂമർ. ഇനി നമ്മൾ ആന്റീരിയർ ചേംബർ എടുത്താലും പോസ്റ്റീരിയർ ചേംബർ എടുത്താലും രണ്ടിനെ ഫില്ല് ചെയ്ത് കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. അതായത് 2 ചേംബറിലും കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണ് അക്വസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇനി അക്വസ് ഹ്യൂമർ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ
This fluid is derived from the ciliary body and it is reabsorbed into the bloodstream at the angle between the iris and cornea by a tiny vein known as the canal of Schlemm. അതായത് ഈ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സീലിയറി ബോഡിയിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സീലിയറി ബോഡിയിൽ നിന്നുമാണ് ഈ ഒരു അക്വസ് ഹ്യൂമർ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇത് തിരിച്ച് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യാറുണ്ട്. എവിടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഐറിസും കോർണിയയും കൂടെ ഇടയിലുള്ള ആംഗിളിൽ വെച്ച്, ഐറിസിനും കോർണിയയ്ക്കും ഇടയിലുള്ള ആംഗിളിൽ വെച്ച് ഈ അക്വസ് ഹ്യൂമർ തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യാറുണ്ട്. അങ്ങനെ റീഅബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വെയിനെയാണ് നമ്മൾ കനാൽ ഓഫ് ഷ്ലെം എന്ന് പറയുന്നത്. ഈ അക്വസ് ഹ്യൂമറിനെ തിരിച്ച് ബ്ലഡ് സ്ട്രീമിലേക്ക് റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വെയിൻ ആണ് കനാൽ ഓഫ് ഷ്ലെം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെൻസ് ആണ്. ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബൈകോൺവെക്സ് ട്രാൻസ്പാരന്റ് ബോഡി മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലെയേഴ്സ്. ഇതൊരു ബൈകോൺവെക്സ് സ്ട്രക്ചർ ആണ്, ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്, കുറേയധികം ലെയേഴ്സ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇറ്റ് ലൈസ് ജസ്റ്റ് ബിഹൈൻഡ് ദ ഐറിസ്. ഐറിസിന് തൊട്ട് പിറകിലായിട്ടാണ് ഈ ലെൻസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉള്ളത്. ഇതില് ഫ്രണ്ട് പോർഷനിലും ബിഹൈൻഡിലും ഒരു മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. അതിനെ നമ്മൾ സസ്പെൻസറി ലിഗമെന്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ലെൻസിന് ഫ്രണ്ട് പോർഷനിലും ബിഹൈൻഡിലും ഒരു മെംബ്രെയിൻ ഉണ്ട്. അതിനെ സസ്പെൻസറി ലിഗമെന്റ് എന്ന് പറയുന്നു. ഈ സസ്പെൻസറി ലിഗമെന്റ് വഴിയിട്ടാണ് ലെൻസ് നമ്മുടെ സീലിയറി ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കണേ. ഇപ്പൊ ലെൻസിനെ നമ്മുടെ സീലിയറി ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് സസ്പെൻസറി ലിഗമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിട്രിയസ് ഹ്യൂമറിനെ കുറിച്ചാണ് പറയുന്നത്. The remaining back portion of the eyeball extending from the lens to the retina is filled with a jelly-like albuminous fluid, the vitreous humor of the eye, which serves to give it shape and firmness and to keep the retina in contact with the choroid and sclerotic cords. വിട്രിയസ് ഹ്യൂമറിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഐബോളിന്റെ ബാക്ക് പോർഷൻ, ഇത്രയും പറഞ്ഞതിന് ശേഷമുള്ള ഐബോളിന്റെ ബാക്ക് പോർഷൻസ് ഏകദേശം നമ്മുടെ ലെൻസ് മുതൽ റെറ്റിന വരെയുള്ള ഭാഗം, അതിനെയാണ് നമ്മൾ വിട്രിയസ് സ്പേസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ഫില്ല് ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡിന്റെ പേരാണ് വിട്രിയസ് ഹ്യൂമർ എന്ന് പറയുന്നത്. ഇതൊരു ജെൽ ലൈക്ക് ആൽബുമിനസ് ഫ്ലൂയിഡ് ആണ്. അപ്പം ഈ ഒരു വിട്രിയസ് ഹ്യൂമറിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു സ്ട്രക്ചറിന് ഒരു ഷേപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫേംനെസ് കൊടുക്കുക, റെറ്റിനയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പും ഫേംനെസ്സും ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൂടാതെ നമ്മുടെ ഈ ഒരു റെറ്റിനയെ നമ്മുടെ കോറോയിഡും സ്ക്ലീറോട്ടിക് കോഡ്സും ആയിട്ട് കോണ്ടാക്റ്റിൽ നിലനിർത്താനും ഈ ഒരു വിട്രിയസ് ഹ്യൂമർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും സ്ട്രക്ചേഴ്സ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ഐബോളിന്റെ സ്ട്രക്ചറും കൂടെ, ഈ ഒരു പിക്ചറും കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു പിക്ചറിനകത്ത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ താഴെ സ്ക്ലീറയും റെറ്റിനയും കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോഴത്തേന് കോറോയിഡിന്റെ പോർഷൻ, ആദ്യത്തെ നമ്മുടെ 3 ലെയേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോർണിയ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. പിന്നീട് ആന്റീരിയർ ചേംബറും ഉണ്ട്, പോസ്റ്റീരിയർ ചേംബറും ഉണ്ട്. ആന്റീരിയർ ചേംബറും പോസ്റ്റീരിയർ ചേംബറിലുമായിട്ട് നമുക്ക് അവിടെ അക്വസ് ഹ്യൂമർ കാണാനായിട്ട് സാധിക്കും. ഐറിസിന്റെ സെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് പ്യൂപ്പിള് അവിടെ കാണാം. പിന്നെ ലെൻസിനോട് ചേർന്ന് സീലിയറി ബോഡിയും അതുപോലെ തന്നെ അതിനെ അറ്റാച്ച് ചെയ്യാനുള്ള സസ്പെൻസറി ലിഗമെന്റും കാണാനായിട്ട് സാധിക്കും. കോർണിയയുടെ ഭാഗമായിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷനിലുള്ള ട്രാൻസ്പാരന്റ് കൺജങ്ക്റ്റൈവ, ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ട്രാൻസ്പാരന്റ് ഉള്ള കൺജങ്ക്റ്റൈവ അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ മസിൽസിന്റെ മീഡിയ റെക്ടസ് മസിൽസും ലാറ്ററൽ റെക്ടസ് മസിൽസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കാര്യവും അവിടെ 2 സൈഡിലായിട്ട് നമ്മുടെ മസിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ആ നടുക്ക് പോർഷനിൽ ലെൻസ് മുതൽ റെറ്റിന വരെയുള്ള ആ ഒരു ഭാഗത്താണ് നമ്മുടെ വിട്രിയസ് ബോഡി ഉള്ളത്. അവിടെയാണ് നമ്മുടെ വിട്രിയസ് ഹ്യൂമർ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് നമ്മുടെ ഒപ്റ്റിക് ഡിസ്ക്, അതായത് നമ്മുടെ ഒപ്റ്റിക് നെർവ് ലീവ് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഒപ്റ്റിക് ഡിസ്ക്. അതേപോലെ തന്നെ റെറ്റിനയിലെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള മാക്കുല നമുക്ക് അവിടെ കാണാം. പിന്നീട് ലാസ്റ്റ് നമ്മുടെ ഒപ്റ്റിക് നെർവും അതിലൂടെ പാസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ സ്ട്രക്ചേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഈ ഒരു ഐബോളിന്റെ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം സ്ട്രക്ചേഴ്സ് എല്ലാം എഴുതിയതിനു ശേഷം ഈ ഒരു പിക്ചർ മറക്കാതെ ആഡ് ചെയ്യുക. കൂടുതലും ഈ ഒരു ഐബോളിന്റെ ഒക്കെ അല്ലെങ്കിൽ ഐയുടെ ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ എസ്സേ പോലെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ സമയത്ത് ഈ ഒരു പിക്ചർ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഫങ്ഷൻസ് ഓഫ് ദ ഐയെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ട്രക്ചേഴ്സ് വെച്ച് നമ്മുടെ ഐയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പം ഐ എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓർഗൻ ഓഫ് സൈറ്റ് ആണ്. നമുക്കറിയാം സൈറ്റിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഓർഗൻ ആണ് ഐ എന്ന് പറയുന്നത്.
It is constructed to receive the stimuli of rays of light on the retina and by means of the optic nerves to transmit these to the visual centers of the brain for interpretation. അപ്പം ഈ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൈറ്റ് റേസിൽ നിന്നുള്ള സ്റ്റിമുലെ റിസീവ് ചെയ്യാനും അത് റെറ്റിനയിലേക്ക് എത്തിക്കുകയും അത് വഴിയിട്ട് നമ്മുടെ ഒപ്റ്റിക് നെർവ് വഴി ഈ റേസിന്റെ ആ ഒരു സ്റ്റിമുലയെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിനിലുള്ള വിഷ്വൽ സെന്റേഴ്സിലേക്ക് എത്തിച്ച് ഇന്റർപ്രിറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഐ എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് റേസിന്റെ ആ ഒരു സ്റ്റിമുലയെ റിസീവ് ചെയ്ത് റെറ്റിനയിൽ എത്തിക്കുന്നു. അവിടെ നിന്ന് ഒപ്റ്റിക് നെർവ്സ് വഴി നമ്മുടെ ബ്രെയിനിലുള്ള വിഷ്വൽ സെന്റേഴ്സിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് ഇന്റർപ്രിറ്റേഷൻ നടക്കുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഓരോ സ്ട്രക്ചേഴ്സ് വഴിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന കോർണിയയുടെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ആക്ട് ആസ് എ ട്രാൻസ്പാരന്റ് വിൻഡോ പ്രൊട്ടക്ടിങ് ദ ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സ് ബിഹൈൻഡ് ഇറ്റ്. നമ്മുടെ കോർണിയ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പാരന്റ് വിൻഡോ ആണ്. ഇതിന് തൊട്ട് പിറകിലുള്ള ഡെലിക്കേറ്റ് സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ് ടു ഫോക്കസ് ഇമേജസ് ഓൺ ടു ദ റെറ്റിന. നമ്മുടെ റെറ്റിനയിൽ ഇമേജസ് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും കോർണിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ബ്ലഡ് വെസൽസ്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ബ്ലഡ് വെസൽസ് കാണാൻ സാധിക്കില്ല. ഇത് പ്രധാനമായിട്ട് റെറ്റിനയിലേക്ക് ഇമേജസ് ഫോക്കസ് ചെയ്യാനും ഇതിന് തൊട്ട് പിറകിലുള്ള സ്ട്രക്ചേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐറിസ് ആണ്. ഐറിസ് വിത്ത് ഇറ്റ് സെൻട്രൽ ഓപ്പണിംഗ് ദ പ്യൂപ്പിൾ ഈസ് എ മൂവബിൾ ഡിസ്ക്. ഐറിസിനകത്ത് നമുക്ക് സെൻട്രൽ ഒരു ഓപ്പണിംഗ് കാണാം. അതിനെ നമ്മൾ പ്യൂപ്പിൾ എന്നാണ് പറയുന്നത്. അതൊരു മൂവബിൾ ആയിട്ടുള്ള ഡിസ്ക് ആണ്. വിച്ച് ആക്ട് ആസ് എ കർട്ടൻ ടു പ്രൊട്ടക്ട് ദ റെറ്റിന. നമ്മുടെ റെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കർട്ടൻ ആയിട്ടാണ് ഈ ഒരു ഐറിസ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ കൺട്രോൾ ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എന്ററിംഗ് ദ ഐ. നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു ഐറിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ഓക്കെ, ഐറിസിന്റെ സെൻട്രൽ ഓപ്പണിംഗ് ആണ് പ്യൂപ്പിള്. അതൊരു മൂവബിൾ ആയിട്ടുള്ള ഡിസ്ക് ആണ്. ഈ ഐറിസ് എന്ന് പറയുന്നത് നമ്മുടെ റെറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു കർട്ടൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കണ്ണിലേക്ക് എൻ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെൻസ് ആണ്. ലെൻസ് എന്ന് പറയുന്നത് ഫോക്കസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ ഓർഗൻ ആണ്. ബെൻഡിങ് റേസ് ഓഫ് ലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ഒബ്ജക്ട് സീൻ ടു എ ക്ലിയർ ഇമേജ് ഓൺ ദ റെറ്റിന. നമ്മുടെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിന്നും റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് റേസിനെ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ റെറ്റിനയിൽ ഒരു ക്ലിയർ ഇമേജ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലെൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. ലെൻസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആൻ ഇലാസ്റ്റിക് ക്യാപ്സ്യൂൾ. ഇപ്പം ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരു ഇലാസ്റ്റിക് ക്യാപ്സ്യൂളിലാണ്. ആൻഡ് ഇറ്റ് അറ്റാച്ച്ഡ് ടു ദ സീലിയറി ബോഡി ഓഫ് ദ കോറോയിഡ് ബൈ എ സസ്പെൻസറി ലിഗമെന്റ്. ഇത് നമ്മുടെ കോറോയിഡിലുള്ള സീലിയറി ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സസ്പെൻസറി ലിഗമെന്റ് വഴിയിട്ടുമാണ്. By means of the ciliary muscle, the anterior surface of the lens is made more or less convex. നമ്മുടെ ഈ ഒരു സീലിയറി മസിൽസ് വഴിയിട്ടാണ് നമ്മുടെ ലെൻസിന്റെ ഒരു ആന്റീരിയർ സർഫസ് കൂടുതൽ അല്ലെങ്കിൽ കുറവ് കോൺവെക്സ് ആക്കി മാറ്റാനും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ളതോ അകലെയുള്ളതോ വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ലെൻസിനോട് ചേർന്നിട്ടുള്ള ഒരു സീലിയറി മസിൽസ് വഴിയിട്ടാണ് നമ്മുടെ ഈ ഒരു ലെൻസ് കൂടുതൽ കോൺവെക്സ് ആവുകയോ അല്ലെങ്കിൽ കുറച്ച് കോൺവെക്സ് ആവുകയോ അത് വഴിയിട്ട് അടുത്തുള്ള വസ്തുക്കളെയോ അകലെയുള്ള വസ്തുക്കളെയോ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ വിഷ്വൽ അക്കോമഡേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തുള്ള വസ്തുക്കളെ അല്ലെങ്കിൽ ദൂരെയുള്ള വസ്തുക്കളെ ഈ തരത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ വിഷ്വൽ അക്കോമഡേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പിഗ്മെന്റഡ് കോറോയിഡ് കോട്ടിനെ കുറിച്ചാണ്. ഇറ്റ് ഡാർക്കൻസ് ദ ഇന്നർ ചേംബർ ഓഫ് ദ ഐ. നമ്മുടെ കണ്ണിന്റെ ആ ഒരു ഇന്നർ ചേംബറിനെ ഡാർക്കൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോറോയിഡ് കോട്ടിന്റെ പിഗ്മെന്റഡ് പോർഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. കമ്പയറബിൾ ടു ദ ബ്ലാക്ക് ആൻഡ് ഇന്റീരിയർ ഓഫ് എ ഫോട്ടോഗ്രാഫിക് ക്യാമറ. ഇത് നമുക്കൊരു ഫോട്ടോഗ്രാഫിക് ക്യാമറയുടെ ഒരു ഇന്റീരിയർ പോർഷൻ, ബ്ലാക്ക് ആൻഡ് ഇന്റീരിയർ പോർഷനുമായിട്ട് ഈ ഒരു പോർഷനെ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടിനെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നർ ചേംബറിന്റെ ഡാർക്കൻ ചെയ്യുന്ന ആ ഒരു പോർഷനാണ് പിഗ്മെന്റഡ് കോറോയിഡ് കോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോർഷനാണ് റെറ്റിന എന്ന് പറയുന്നത്. റെറ്റിന എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റിന്റെ നെർവസ് മെക്കാനിസം നടക്കുന്നത് ഈ ഒരു റെറ്റിനയിൽ വെച്ചിട്ടാണ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ എൻഡിങ്സ് ഓഫ് ദ ഒപ്റ്റിക് നെർവ്സ് ആൻഡ് ഈസ് കമ്പയറബിൾ ടു എ സെൻസിറ്റീവ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്. ഈ ഒരു റെറ്റിനയുടെ പോർഷനിലാണ് നമ്മുടെ ഒപ്റ്റിക് നെർവ്സിന്റെ എൻഡിങ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നമുക്കൊരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിന്റെ ഒരു സെൻസിറ്റീവ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുമായിട്ട് നമുക്ക് ഈ ഒരു റെറ്റിന എന്ന് പറയുന്ന പാർട്ടിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രധാനമായിട്ടും കുറച്ച് കണ്ടീഷൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഐയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്ക്വിന്റ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ് ആണ്.
നോർമലി ദ ആക്സിസ് ഓഫ് ബോത്ത് ഐസ് കൺവേർട്ട് സൈമൾട്ടേനിയസ്ലി ഓൺ ദ സെയിം പോയിന്റ്. അതായത് നോർമലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐയുടെ ആക്സിസ് നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണ് ചലിക്കുന്നത്. ഒരു പോയിന്റിലേക്ക് ഒരേ സമയം വരുന്നു, അല്ലെങ്കിൽ മൂവ് ടുവേർഡ് സിംഗിൾ പോയിന്റ്. ഒരു സെയിം പോയിന്റിലേക്ക് ഒരേപോലെയാണ് നമ്മുടെ രണ്ട് കണ്ണിന്റെയും ആക്സിസ് ചലിക്കുന്നത്. When owing to paralysis of one or more muscles, they fail to do so, squint or strabismus, etc. അങ്ങനെ നമ്മൾ ഒരു സെയിം പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരേ സമയം ആ ഒരു ഐസിന്റെ ആക്സിസ് കൺവേർജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്ക്വിന്റ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം എന്ന് പറയുമ്പോൾ ഒന്നോ അതിൽ കൂടുതലോ നമ്മുടെ ഐയുടെ മസിൽസിന് വരുന്ന പാരാലിസിസ് ആണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മൾ ഒരേ സമയം ഒരു വസ്തുവിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കണ്ണുകളുടെ ആക്സിസ് ഒരേപോലെയാണ് പോകുന്നത്. പക്ഷെ അങ്ങനെ പോകാൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനാണ് സ്ക്വിന്റ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ കണ്ടീഷൻ മേ ബി കൺജനൈറ്റൽ ഓർ അക്വയർഡ്. നമുക്ക് ജന്മന ഈ ഒരു കണ്ടീഷൻ വരാം, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അക്വയർ ചെയ്തും ഈ ഒരു കണ്ടീഷൻ വരാം. When it cannot be corrected by glasses and re-education, operation is undertaken followed by careful re-education and training. അപ്പം നമുക്കിത് ഗ്ലാസസ് വഴിയിട്ടോ എഡ്യൂക്കേഷൻ വഴിയിട്ടോ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ട് ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഓപ്പറേഷന് ശേഷം പിന്നീട് റീ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും ഒക്കെ വഴിയിട്ട് ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അബ്നോർമാലിറ്റീസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. It results in defects of visual accommodation either as the result of alteration in the shape of the eyeball or abnormalities of the lens. അപ്പം വിഷ്വൽ അക്കോമഡേഷനിൽ വരുന്ന ഡിഫക്റ്റ് ആണ് ഈ ഒരു അബ്നോർമാലിറ്റീസ് ഓഫ് റിഫ്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഐബോളിന്റെ ഷേപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഓൾട്ടറേഷൻ വരികയോ അല്ലെങ്കിൽ നമ്മുടെ ലെൻസിന് ഏതെങ്കിലും രീതിയിൽ അബ്നോർമാലിറ്റീസ് വരികയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു അബ്നോർമാലിറ്റീസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഹൈപ്പർമെട്രോപ്പിയ തന്നെയാണ് നമ്മൾ ലോങ് സൈറ്റ് എന്നും പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഐ ഈസ് ഷോർട്ട് ഫ്രം ബാക്ക് ടു ഫ്രണ്ട് ആൻഡ് ദെയർഫോർ ദ ലെൻസ് ഫോക്കസസ് ദ ഇമേജ് ബിഹൈൻഡ് ദ റെറ്റിന. ഇവിടെ നമ്മുടെ ഐ എന്ന് പറയുന്നത് ബാക്ക് ടു ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് ആണ്. അതുകൊണ്ട് തന്നെ ലെൻസ് ഇമേജ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ റെറ്റിനയുടെ പിറകിലായിരിക്കും. അതായത് കറക്റ്റ് റെറ്റിനയിൽ തന്നെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഫോം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷനിൽ ബാക്ക് ടു ഫ്രണ്ട് നോക്കിയാൽ നമ്മുടെ ഐ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ലെൻസ് ഫോക്കസ് ചെയ്യുന്ന ഇമേജ് റെറ്റിനയ്ക്ക് പിറകിലായിട്ടാണ് രൂപപ്പെടുന്നത്. അതാണ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് കണ്ടീഷൻ ആണ് മയോപ്പിയ എന്ന് പറയുന്നത്. ഓക്കെ, മയോപ്പിയ നമ്മൾ ഓൾസോ ഷോർട്ട് സൈറ്റ് എന്നും പറയാറുണ്ട്. ഈ ഒരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഐബോൾ എന്ന് പറയുന്നത് ബാക്ക് ടു ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ലോങ്ങർ ആയിരിക്കും. ഹൈപ്പർമെട്രോപ്പിയയിലാണെന്നുണ്ടെങ്കിൽ ഐബോൾ കുറച്ച് സ്മോൾ ആയിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് ടു ഫ്രണ്ട് ഇത് കുറച്ച് ലോങ്ങർ ആണ്. അതുകൊണ്ട് തന്നെ ലെൻസ് ഇമേജ് ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയ്ക്ക് തൊട്ടു മുന്നിലായിട്ടാണ്. ഓക്കെ, ഹൈപ്പർമെട്രോപ്പിയയിലാണെങ്കിൽ റെറ്റിനയ്ക്ക് പിറകിലായിട്ടായിരുന്നു ഇമേജ് ഫോം ചെയ്തത്. പക്ഷെ ഇവിടെ മയോപ്പിയ വരുമ്പോഴത്തേന് റെറ്റിനയ്ക്ക് ഫ്രണ്ടിലാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മയോപ്പിയ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷനാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എറർ ഓഫ് റിഫ്രാക്ഷൻ വിച്ച് ഒക്കേഴ്സ് വെൻ റേസ് ഓഫ് ലൈറ്റ് ഫോൾ അപ്പോൺ ലൈൻസ് ഓൺ ദ റെറ്റിന ആൻഡ് നോട്ട് ഓൺ ഷാർപ്പ് പോയിന്റ്സ്. ഇതൊരു എറർ ഓഫ് റിഫ്രാക്ഷൻ എക്സാമ്പിൾ ആണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈറ്റ് റേസ് റെറ്റിനയിൽ തന്നെയാണ് വീഴുന്നത്. പക്ഷെ കറക്റ്റ് ഷാർപ്പ് പോയിന്റ്സിലായിരിക്കില്ല വീഴുന്നത്, പല പോയിന്റിലായിട്ടായിരിക്കും വീഴുന്നത്. ദിസ് ഈസ് ഡ്യൂ ടു ഓൾട്ടറേഷൻ ഇൻ ദ കർവ്സ് ഓഫ് ദ ലെൻസ് ആൻഡ് ഈസ് corrected by spectacles with lenses which are convex in the direction which is lacking in the abnormal lens and so make good the deficiency. അപ്പം ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിന്റെ കർവിൽ വരുന്ന ആൾട്രേഷൻ കാരണമാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഇത് നമുക്ക് കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട്, അങ്ങനെയുള്ള സ്പെക്ടക്കിൾസ്, കോൺവെക്സ് ലെൻസ് ഉള്ള സ്പെക്ടക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കണ്ടീഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഈ ഒരു അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന ഒരു എറർ ഓഫ് റിഫ്രാക്ഷൻ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മുടെ ലൈറ്റ് റേസ് നമ്മുടെ കറക്റ്റ് റെറ്റിനയിൽ തന്നെയാണ് വീഴുന്നത്, പക്ഷെ കറക്റ്റ് ഷാർപ്പ് പോയിന്റ്സിലല്ല, പല പോയിന്റ്സിലായിട്ടാണ് വീഴുന്നത്. ഇതിന് കാരണം എന്ന് പറയുന്നത് ലെൻസിന്റെ കർവിൽ വരുന്ന ഓൾട്ടറേഷൻ ആണ്. ഇത് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉള്ള സ്പെക്ടക്കിൾസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി നാലാമത്തെ കണ്ടീഷനാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്.
It is the term used to describe the defect accommodation which occurs in advancing age. അതായത് നമുക്ക് പ്രായമാകുന്നതിനനുസരിച്ച് വരുന്ന ഒരു വിഷ്വൽ അക്കോമഡേഷനിൽ വരുന്ന ഡിഫക്റ്റ് ആണ് ഈ ഒരു പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷൻ. കൂടുതലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണ് ഈ ഒരു പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടുവരുന്നത്. The lens loses its elasticity and becomes less resilient and fails to focus the image of a near object. ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ലെൻസിന് അതിന്റെ ഇലാസ്റ്റിസിറ്റിക്കുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. ഓക്കെ, ഇലാസ്റ്റിസിറ്റി ലോസ് ആയിട്ട് കുറച്ച് ലെസ് റെസിലിയന്റ് ആയിട്ട് മാറുന്നു. അങ്ങനെ അടുത്തുള്ള വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതാണ് ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്റ്റന്റ് വിഷൻ, ദൂരത്തുള്ള കാഴ്ചകൾക്ക് കുഴപ്പമില്ല, അടുത്തുള്ള ഒബ്ജക്റ്റിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. ഈ ഒരു ഡിഫക്റ്റും നമുക്ക് കോൺവെക്സ് ലെൻസ് ഉള്ള സ്പെക്ടക്കിൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷൻ നോർമലി ഏജ് കൂടുന്നതിനനുസരിച്ച് വരുന്ന ഒരു വിഷ്വൽ അക്കോമഡേഷനിൽ വരുന്ന ഡിഫക്റ്റ് ആണ്. നമ്മുടെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി ആണ് ഇവിടെ നഷ്ടപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ട് ലെൻസ് ലെസ് റെസിലിയന്റ് ആയിട്ട് മാറുകയും അടുത്തുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാതെയും വരുന്നു. പക്ഷെ ദൂര കാഴ്ചയ്ക്ക് കുഴപ്പമില്ലാതാണ്. അപ്പൊ ഈ ഒരു ഡിഫക്റ്റ് നമുക്ക് കോൺവെക്സ് ലെൻസ് ഉള്ള സ്പെക്ടക്കിൾസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം ഇവിടെ ആദ്യം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈപ്പർമെട്രോപ്പിയ, മയോപ്പിയ കണ്ടീഷൻസ് ആണ്. നോർമലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് റേസ് വന്ന് ലെൻസിലൂടെ പാസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് റെറ്റിനയിൽ ഒരു ഫോക്കൽ പോയിന്റ് ഉണ്ട്. അവിടെ വന്ന് വീഴുമ്പോഴാണ്, റെറ്റിനയിലുള്ള കറക്റ്റ് ഫോക്കൽ പോയിന്റിൽ വരുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഹൈപ്പർമെട്രോപ്പിയ കണ്ടീഷനിൽ നോക്കിയേ, അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു റെറ്റിനയുടെ ഫോക്കൽ പോയിന്റും കഴിഞ്ഞ് റെറ്റിനയ്ക്ക് പിറകിലായിട്ടാണ് ഈ ഒരു ഹൈപ്പർമെട്രോപ്പിയയിൽ ഇമേജിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ഇനി മയോപ്പിയയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലോ, അവിടെ റെറ്റിനയ്ക്ക് തൊട്ട് മുന്നിലായിട്ടാണ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് കണ്ടീഷനിലും കറക്റ്റ് ഫോക്കൽ പോയിന്റിൽ അല്ലാതെ ഒന്നുകിൽ പുറത്ത് റെറ്റിനയ്ക്ക് പിറകിലായിട്ട് അല്ലെങ്കിൽ റെറ്റിനയ്ക്ക് മുകളിലായിട്ട് ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുന്നത്. നെക്സ്റ്റ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പം നോർമൽ ആയിട്ടുള്ള വിഷൻ അവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഒരു സിംഗിൾ ഫോക്കൽ പോയിന്റ് ആണ് നമുക്ക് നോർമൽ വിഷനിൽ, ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ ആണെങ്കിൽ ഒരു ലെൻസിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് അതുവഴി വന്ന് ഒരു സിംഗിൾ ഫോക്കൽ പോയിന്റിലേക്കാണ് വരുന്നത്. അതേസമയം അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാലോ, മൾട്ടിപ്പിൾ ഫോക്കൽ പോയിന്റ്സ്, ഒരു റെറ്റിനയിൽ തന്നെയാണ് ലൈറ്റ് റേസ് വരുന്നത്. പക്ഷെ ഒരു സിംഗിൾ ഫോക്കൽ പോയിന്റിന് പകരം മൾട്ടിപ്പിൾ ഫോക്കൽ പോയിന്റ്സിലോട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബ്ലഡ് വിഷൻ മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഇതാണ് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയുന്ന കണ്ടീഷൻ. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്ന കണ്ടീഷനാണ്. അത് കൂടുതലും നമ്മുടെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പം ഇവിടെ ഫോക്കൽ പോയിന്റ് നമ്മുടെ റെറ്റിനയ്ക്ക് പിറകിലായിട്ട് വരുന്നു. അങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് അടുത്തുള്ള വസ്തുക്കൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. കറക്റ്റ് ഫോക്കൽ പോയിന്റ് റെറ്റിനയ്ക്കുള്ളിൽ വരേണ്ടതിന് പകരം ഇവിടെ റെറ്റിനയ്ക്ക് പുറത്തായിട്ടാണ് വരുന്നത്. അപ്പൊ നിയർ ഒബ്ജക്റ്റിന്റെ വിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന സ്ക്വിന്റ് ഐസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. സ്ക്വിന്റ് ഐസ് അല്ലെങ്കിൽ സ്ട്രാബിസ്മസ് എന്ന് പറയുന്നത്, നമ്മൾ കോങ്കൺ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. അതിന്റെ പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു എറർ ഓഫ് റിഫ്രാക്ഷന്റെ കാര്യങ്ങൾ വരുമ്പോഴും ഈ ഒരു പിക്ചേഴ്സ് കൂടി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത്, അടുത്ത ഓർഗൻ ഓഫ് സ്പെഷ്യൽ സെൻസ് ആയിട്ടുള്ള ഇയർ ആൻഡ് ഹിയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് അടുത്ത നമ്മൾ നോക്കാനുള്ളത്. ഇത് നമുക്ക് എസ്സേ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. ദ ഇയർ ഈസ് ദ ഓർഗൻ ഓഫ് ഹിയറിംഗ്. ഹിയറിംഗിന് വേണ്ടിയിട്ടുള്ള ഓർഗൻ ആണ് ഇയർ എന്ന് പറയുന്നത്. ദ നെർവ് സപ്ലൈയിങ് ദിസ് സ്പെഷ്യൽ സെൻസ് ഈസ് ദ 8th cranial or auditory nerve. അപ്പം ഈ ഒരു സ്പെഷ്യൽ സെൻസിനെ സപ്ലൈ ചെയ്യുന്ന നെർവ് ആണ് 8th cranial nerve, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഓഡിറ്ററി നെർവ് എന്ന് പറയുന്നു. ഇനി ഇയറിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 parts. 3 parts ആയിട്ടാണ് ഇയർ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും പുറമെ എക്സ്റ്റേണൽ, പിന്നീട് മിഡിൽ, ഏറ്റവും അകത്തായിട്ട് ഇന്റേണൽ. ഇങ്ങനെ എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്റേണൽ ഇയർ എന്നുള്ള രീതിയിലാണ് ഇയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ ഇയറിന്റെ കാര്യം നോക്കാം. അപ്പം എക്സ്റ്റേണൽ ഇയറിന്റെ കാര്യത്തിൽ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഓറിക്കിൾ ഓർ പിന്ന which in some of the lower animals is large and movable and helps to collect the sound waves. ഇപ്പം എക്സ്റ്റേണൽ ഇയറിൽ തന്നെ ഏറ്റവും പുറമെയുള്ള സ്ട്രക്ചർ ആണ് ഓറിക്കിൾ അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്നത്.
ചില ലോവർ ആനിമൽസ്, ചില ചെറിയ ജീവികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പിന്ന എന്ന് പറയുന്ന സ്ട്രക്ചർ കുറച്ച് വലുതായിരിക്കും. അതുപോലെ തന്നെ മൂവബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് വേവ്സ്, പുറമേ നിന്നുള്ള സൗണ്ട് വേവ്സിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറിക്കിൾ അല്ലെങ്കിൽ പിന്ന എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളത്. നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രക്ചർ ആണ് എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് എന്ന് പറയുന്നത്, വിച്ച് ലീഡ്സ് ഇൻ ഫ്രം ദ പിന്ന ആൻഡ് കൺവേസ് ദ വൈബ്രേഷൻ ഓഫ് സൗണ്ട് ടു ദ ടിംബാനിക് മെംബ്രെയിൻ. ഇപ്പം എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന, പിന്നെ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്ട്രക്ചർ ആണ്. അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട് വൈബ്രേഷനെ ഈ പിന്നയിൽ നിന്ന് നമ്മുടെ ടിംബാനിക് മെംബ്രെയിൻ അടുത്ത സ്ട്രക്ചർ മെഡിലിയന്റെ ഭാഗത്തോട്ട് ഈ ഒരു സൗണ്ട് വൈബ്രേഷനെ എത്തിക്കുക എന്നുള്ളതാണ് എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദിസ് കനാൽ ഈസ് അബൌട്ട് 2.5 centimeter. The outer third is cartilaginous and the inner 2/3 bony. The cartilaginous part is not straight and is directed upwards and backwards. ഇനി ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ചെറിയ കനാലാണ്. ഏകദേശം 2.5 centimeter ഒക്കെയാണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത്. ഇതിന്റെ ഒരു ഔട്ടർ 1/3 നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഔട്ടർ 1/3 കാർട്ടിലേജ് കൊണ്ടും ആൻഡ് ഇന്നർ 2/3 ബോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഔട്ടർ 1/3 കാർട്ടിലേജിനസ് ആണെന്ന് പറഞ്ഞു. ആ ഒരു കാർട്ടിലേജിനസ് പാർട്ട് കംപ്ലീറ്റ്ലി സ്ട്രെയിറ്റ് അല്ല. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്വേർഡും ബാക്ക്വേർഡും ആയിട്ടാണ്, മുകളിലേക്കും പിറകുവശത്തേക്കും ആയിട്ടാണ് ഈ ഒരു എക്സ്റ്റേണൽ ഇയറിന്റെ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് എന്ന് പറയുന്ന ഈ ഒരു കനാല് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന്റെ കാർട്ടിലേജിനസ് പാർട്ടാണ്, കാർട്ടിലേജിനസ് ഔട്ടർ 1/3 കാർട്ടിലേജിനസ് പാർട്ടാണ് ഇത്തരത്തില് സ്ട്രെയിറ്റ് അല്ലാതെ ഡയറക്റ്റ് ചെയ്ത് അപ്വേർഡ് ബാക്ക്വേർഡ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി പറയുന്നത് ഈ ഓറിക്കിളിനെ, നമ്മൾ ആദ്യം ഓറിക്കിൾ അല്ലെങ്കിൽ പിന്നയുടെ കാര്യം പറഞ്ഞല്ലോ. ഓറിക്കിൾ എന്ന് പറയുന്നത് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് കാർട്ടിലേജും അതുപോലെ തന്നെ ഫൈബ്രസ് ടിഷ്യൂവും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു എക്സെപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും താഴത്തെ പോയിന്റ്, അതായത് ആ ഒരു പിന്ന അല്ലെങ്കിൽ ഓറിക്കിളിന്റെ ഏറ്റവും താഴത്തെ പോയിന്റിനെയാണ് നമ്മൾ ലോബ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഫാറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർട്ടാണ്. ഓക്കെ, ആ ഒരു പാർട്ട് ലോബ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് മാത്രമാണ് ഫാറ്റ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതൊഴിച്ച് ബാക്കി പാർട്ടുകൾ ഫുൾ, ആ ഒരു ഓറിക്കിളിന്റെ ബാക്കി പാർട്ട് ഫുള്ള് കംപ്ലീറ്റ്ലി കാർട്ടിലേജും ഫൈബ്രസ് ടിഷ്യൂവും കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി പറയുന്നത് 3 groups ഓഫ് മസിൽസ് ലൈ ഇൻ ഫ്രണ്ട്, എബവ് ആൻഡ് ബിഹൈൻഡ് ദ ഇയർ. 3 ഗ്രൂപ്പ് മസിൽസ് ഫ്രണ്ടിലും മുകളിലും അതുപോലെ തന്നെ ബിഹൈൻഡും ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബട്ട് ഓൺലി വെരി സ്ലൈറ്റ് മൂവ്മെന്റ് ഓഫ് ദ ഓറിക്കിൾ ഈസ് പോസിബിൾ ഇൻ മാൻ. മനുഷ്യന്റെ പിന്നീട് അല്ലെങ്കിൽ ഓറിക്കിളിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് മാത്രമേ അവിടെ പോസിബിൾ ഉള്ളൂ, അല്ലാതെ വലിയ രീതിയിലുള്ള മൂവ്മെന്റ് അവിടെ പോസിബിൾ അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിഡിൽ ഇയറിനെ കുറിച്ചാണ് ഉള്ളത്. മിഡിൽ ഇയറിനെ നമ്മൾ ടിംബാനിക് കാവിറ്റി എന്നും പറയാറുണ്ട്. ഇറ്റ് ഈസ് എ സ്മോൾ ചേംബർ കണ്ടെയ്നിങ് എയർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ചേംബർ ആണ് ഈ ഒരു ടിംബാനിക് കാവിറ്റി അല്ലെങ്കിൽ മിഡിൽ ഇയർ എന്ന് പറയുന്നത്. ഇന്റേണൽ ടു ദ ടിംബാനിക് മെംബ്രെയിൻ ഓർ ഇയർ ഡ്രം വിച്ച് സെപ്പറേറ്റ് ഇറ്റ് ഫ്രം ദ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ്. ഇപ്പം മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ ആണ് ടിംബാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസിൽ നിന്ന് മിഡിൽ ഇയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ. ഓർത്ത് വെച്ചിരിക്കാം, മിഡിൽ ഇയറിനെയും എക്സ്റ്റേണൽ ഇയറിനെയും കൂടെ ആ ഒരു സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ആണ് ടിംബാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നാരോ ആൻഡ് ഹാസ് ബോണി ആൻഡ് മെംബ്രെയിനസ് വോൾസ്. അപ്പം ഇതൊരു നാരോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോണി ആൻഡ് മെംബ്രെയിനസ് വോൾസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് കമ്മ്യൂണിക്കേറ്റ്സ് ബിഹൈൻഡ് ബൈ മീൻസ് ഓഫ് ആൻ ഓപ്പണിംഗ് കാൾഡ് ദ അഡിറ്റസ് ഓർ ആറ്റിക് വിത്ത് ദ മാസ്റ്റോയിഡ് ആൻഡ്രം ഇൻ ദ മാസ്റ്റോയിഡ് പ്രോസസ് ഓഫ് ദ ടെമ്പറൽ ബോൺ. ഓക്കെ, ഇത് നമ്മൾ ഒരു കണക്ഷന്റെ കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഈ ഒരു ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് വളരെ നാരോ ആണെന്ന് പറഞ്ഞു. ഇതിനകത്ത് ബോണി മെംബ്രെയിനസ് വോൾസ് കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇത് പിറകു വശത്ത് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡിറ്റസ് അല്ലെങ്കിൽ ആറ്റിക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വഴിയിട്ട് ഇത് നമ്മുടെ ടെമ്പറൽ ബോണിലുള്ള മാസ്റ്റോയിഡ് ആൻഡ്രോ ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ടിംബാനിക് മെംബ്രെയിന് ടെമ്പറൽ ബോണിലുള്ള മാസ്റ്റോയിഡ് ആൻഡ്രോ ആയിട്ട് കണക്ഷൻ വരുന്നുണ്ട്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് അഡിറ്റസ് അല്ലെങ്കിൽ ആറ്റിക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് കാണപ്പെടുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ കാര്യമാണ് പറയുന്നത്. Eustachian tube runs forward from the cavity of the middle ear into the nasopharynx
വേർ ഇറ്റ് ഓപ്പൺസ്. ഇനി യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിന്റെ ക്യാവിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ നേസോ ഫാരിൻസിലേക്കാണ് പോകുന്നത്. ആ ഒരു നേസോ ഫാരിൻസ് ഏരിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബ് ഓപ്പൺ ആവുന്നത്. Thus the air pressure may be equalized on each side of the drum via the external auditory meatus and via the eustachian tube. നമ്മുടെ ഈ ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസും ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബും വഴിയിട്ടാണ് നമ്മുടെ ഇയർ ഡ്രമ്മിന്റെ രണ്ട് സൈഡിലുള്ള എയർ പ്രഷർ ഈക്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇപ്പം മിഡിൽ ഇയറിനെ തന്നെ ടിംബാനിക് ക്യാവിറ്റി എന്ന് പറയുന്നുണ്ട്. ഇതൊരു എയർ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ചേംബർ ആണ്. ഇതിനകത്തുള്ള സ്ട്രക്ചറാണ് ടിംബാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രം. ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിൽ നിന്നും നമ്മുടെ മിഡിൽ ഇയറിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പോർഷൻ. അപ്പൊ ഈ ഒരു ടിംബാനിക് മെംബ്രെയിൻ വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇതിന്റെ പിറകിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നമ്മുടെ ടെമ്പറൽ ബോണിലുള്ള മാസ്റ്റോയിഡ് പ്രോസസ്സിലെ മാസ്റ്റോയിഡ് ആൻഡ്രോ ആയിട്ട് ടിംബാനിക് മെംബ്രെയിൻ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത് അഡിറ്റസ് അല്ലെങ്കിൽ ആറ്റിക് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് വഴിയിട്ടാണ് കണക്ഷൻ വരുന്നത്. പിന്നീട് പറയുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ കാര്യമാണ്. മിഡിൽ ഇയറിന്റെ ക്യാവിറ്റിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നേസോഫാരിൻസിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഉള്ളത്. ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബും എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസും വഴിയിട്ടാണ് നമ്മുടെ ഇയർ ഡ്രമ്മിന്റെ രണ്ട് സൈഡിലുള്ള പ്രഷർ ഈക്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഓപ്പണിംഗ് ഓഫ് യൂസ്റ്റേഷ്യൻ ട്യൂബിനെ കുറിച്ചാണ് പറയുന്നത്. അത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ നെസോഫാരിൻസിലേക്കുള്ള ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് നോർമലി ക്ലോസ്ഡ് ആണ്. പക്ഷെ നമ്മൾ ഫുഡൊക്കെ സ്വാളോ ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ആവാറുണ്ട്. ഈ ഒരു വേയില് നമ്മുടെ എയറിലുള്ള ടിംബാനിക് ക്യാവിറ്റിയിലുള്ള എയർ പ്രഷർ നമ്മുടെ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് ഈക്വൽ ആയിട്ട് നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് വഴിയിട്ട് നമ്മുടെ പ്രഷറിലുള്ള വേരിയേഷൻ കാരണമുള്ള ഇഞ്ചുറീസോ ഡെഫ്നെസ്സോ ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബിൽ നിന്നും നെസോഫാരിൻസിലേക്കുള്ള ഓപ്പണിംഗ് നോർമലി ക്ലോസ്ഡ് ആണ്. ഫുഡൊക്കെ സ്വാളോ ചെയ്യുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യാറുണ്ട്. ഇത് വഴിയിട്ട് നമ്മുടെ ടിംബാനിക് ക്യാവിറ്റിയിലുള്ള എയർ പ്രഷറും പുറത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷറും കൂടെ ഇക്വലൈസ് ചെയ്യാൻ സാധിക്കുന്നു. അതുവഴി പ്രഷർ വേരിയേഷൻ കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറീസും ഡെഫ്നെസ്സും നമുക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിഡിൽ ഇയറിൽ തന്നെ കാണപ്പെടുന്ന അടുത്ത ഒരു സ്ട്രക്ചർ ആണ് ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്ററി ഓസിക്കിൾസ് എന്ന് പറയുന്ന 3 ചെറിയ ബോൺസ് ആണ്. ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ മിഡിൽ ഇയറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ചെയിൻ പോലെ നമ്മുടെ ടിംബാനിക് മെംബ്രെയിനിൽ നിന്ന് ഇന്നർ ഇയറിലേക്ക്, ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ്. അതിൽ നിന്നും ഇന്നർ ഇയറിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ഒരു ചെയിൻ പോലെയാണ് ഈ 3 ചെറിയ ബോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എക്സ്റ്റേണൽ ബോണിനെയാണ് നമ്മൾ മാലിയസ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇയറിനെയാണ് മാലിയസ് എന്ന് പറയുന്നത്. അതൊരു ഹാമർ ഷേപ്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു ചുറ്റികയുടെ പോലുള്ള ഒരു ഷേപ്പ് ആണ് ഇതിനുള്ളത്. ഇതിന് ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടിംബാനിക് മെംബ്രെയിനുമായിട്ടാണ്. നമ്മുടെ തൊട്ടു മുന്നിലുള്ള ടിംബാനിക് മെംബ്രെയിനുമായിട്ടാണ് നമ്മുടെ ഈ ഒരു മാലിയസിന്റെ ഹെഡ് റീജിയണിൽ ഹാൻഡിൽ റീജിയൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇതിന്റെ ഹെഡ് ആണെങ്കിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ടിംബാനിക് ക്യാവിറ്റിയിലേക്കുമാണ്. ഓക്കെ, അപ്പം എക്സ്റ്റേണൽ ബോൺ ആണ് മാലിയസ് എന്ന് പറയുന്നത്. ഹാമർ ഷേപ്ഡ് ആണ്. ഇതിന്റെ ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടിംബാനിക് മെംബ്രെയിൻ അല്ലെങ്കിൽ ഇയർ ഡ്രമ്മുമായിട്ടാണ്. അതിന്റെ ഹെഡ് നമ്മുടെ ടിംബാനിക് ക്യാവിറ്റി മിഡിൽ ഇയറിന്റെ പോർഷനിലേക്കാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മിഡിൽ ബോണിനെയാണ് നമ്മൾ ഇൻകസ് അല്ലെങ്കിൽ ആൻവിൽ എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഔട്ടർ സൈഡിൽ മാലിയസുമായിട്ടാണ്. അപ്പം ഇൻകസിന്റെ ഔട്ടർ സൈഡ് മാലിയസുമായിട്ടാണ്. അതിന് തൊട്ട് മുന്നേ ഉള്ള ചെറിയ ബോൺ ആയിട്ടുള്ള മാലിയസുമായിട്ടാണ് ആർട്ടിക്കുലേഷൻ വരുന്നത്. And with the innermost of the 3 ossicles, the stapes is on the inner side. And അതിന്റെ ഇന്നർ സൈഡിൽ കണക്ഷൻ വരുന്ന അടുത്ത ബോൺ ആയിട്ടുള്ള സ്റ്റേപ്പിസുമായിട്ടാണ്. അപ്പൊ മിഡിൽ ബോൺ ആണ് ഇൻകസ് അല്ലെങ്കിൽ ആൻവിൽ എന്ന് പറയുന്നത്. ഔട്ടർ സൈഡിലെ മാലിയസുമായിട്ട് ആർട്ടിക്കുലേഷൻ വരുന്നു. ഇന്നർ സൈഡിൽ നമ്മുടെ സ്റ്റേപ്പിസുമായിട്ട് ആർട്ടിക്കുലേഷൻ വരുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് സ്റ്റേപ്പിസിനെ കുറിച്ചാണ് പറയുന്നത്. അതിനെ നമ്മൾ സ്റ്റിറർ ബോൺ എന്നും പറയാറുണ്ട്. അതിന്റെ സ്മോളർ എൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇൻകസ്, അതിന് തൊട്ടു മുന്നേ ഉള്ള ഇൻകസുമായിട്ടാണ് ഇതിന്റെ സ്മോളർ എൻഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് ബൈ ഇറ്റ്സ് ഓവൽ ബേസ് വിത്ത് ദ മെംബ്രെയിൻ ക്ലോസിംഗ് ദ വെസ്റ്റിബുലൈ ഫെനിസ്ട്ര ഓർ ഓവൽ വിൻഡോ. ഇതിന്റെ ഓവൽ ബേസ് നോക്കുകയാണെങ്കിലോ ഇത് നമ്മുടെ വെസ്റ്റിബുലൈ ഫെനിസ്ട്ര അല്ലെങ്കിൽ ഓവൽ വിൻഡോ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ക്ലോസ് ചെയ്തിരിക്കുന്ന മെംബ്രെയിനുമായിട്ടാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. അപ്പം സ്റ്റേപ്പിസിന്റെ കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സ്മോളർ എൻഡ് ഇൻകസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ അതിന്റെ ഓവൽ ബേസ് ആണെങ്കിൽ ഓവൽ വിൻഡോയെ ക്ലോസ് ചെയ്തിരിക്കുന്ന മെംബ്രെയിനുമായിട്ടാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. This chain of bone serves to transmit the vibration of sound from the drum to the internal ear.
അപ്പം ഈ ഒരു ബോണിന്റെ ഈ ഒരു ചെയിൻ സ്ട്രക്ചർ കാരണം നമ്മുടെ വൈബ്രേഷൻ, സൗണ്ട് വൈബ്രേഷൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഡ്രമ്മിൽ നിന്ന്, ഇയർ ഡ്രം അതായത് ടിമ്പാനിക് മെംബ്രെയിനിൽ നിന്നും ഇന്റേണൽ ഇയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 3 ബോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി പ്രധാനമായിട്ടും കണ്ടുവരുന്ന അടുത്ത ഒരു സ്ട്രക്ചർ, അതായത് മിഡിൽ ഇയറിൽ തന്നെ കണ്ടുവരുന്ന അടുത്ത ഒരു സ്ട്രക്ചറാണ് മാസ്റ്റോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ ലൈങ് ബിഹൈൻഡ് ദ ഇയർ. നമ്മുടെ ചെവിയുടെ തൊട്ട് പിറകിലായിട്ട് കാണപ്പെടുന്ന ടെമ്പറൽ ബോണിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു മാസ്റ്റോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് എയർ സ്പേസ് ഇൻ ഇറ്റ്സ് അപ്പർ പാർട്ട് ഈസ് ദ മാസ്റ്റോയിഡ് ആൻഡ്രം. ഇതിന്റെ അപ്പർ പാർട്ടിലുള്ള ഒരു എയർ സ്പേസ് ആണ് മാസ്റ്റോയിഡ് ആൻഡ്രം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മിഡിൽ ഇയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിഡിൽ ഇയറുമായിട്ട് നമ്മുടെ ഈ ഒരു മാസ്റ്റോയിഡ് ആൻഡ്രോയിട്ട് കണക്ഷൻ വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ മേ സ്പ്രെഡ് ഫ്രം ദ മിഡിൽ ഇയർ ടു ദ മാസ്റ്റോയിഡ് ആൻഡ്രം ആൻഡ് കോസ് മാസ്റ്റോയിഡൈറ്റിസ്. ഇപ്പം മിഡിൽ ഇയറിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു മാസ്റ്റോയിഡ് ആൻഡ്രത്തിലേക്ക് പോകാനും അതുവഴിയിട്ട് മാസ്റ്റോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. അപ്പം മിഡിൽ ഇയറിൽ കണ്ടുവരുന്ന ഒരു സ്ട്രക്ചറാണ് മാസ്റ്റോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. ടെമ്പറൽ ബോണിന്റെ, അതായത് ചെവിയുടെ പിറകിലുള്ള ടെമ്പറൽ ബോണിന്റെ ഒരു പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. അതിന്റെ മുകളിലായിട്ട് ഒരു എയർ സ്പേസ് ഉണ്ട്, മാസ്റ്റോയിഡ് ആൻഡ്രം. അതുമായിട്ടാണ് നമ്മുടെ മിഡിൽ ഇയറിന്റെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പൊ മിഡിൽ ഇയറിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് ഈ ഒരു മാസ്റ്റോയിഡ് ആൻഡ്രത്തിലേക്ക് പോവുകയും അങ്ങനെ മാസ്റ്റോയിഡൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് ഇയറിന്റെ ഇപ്പം എക്സ്റ്റേണൽ ഇയറും മിഡിൽ ഇയറിന്റെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സ്ട്രക്ചേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു പിക്ചർ ആണിത്. അപ്പൊ ഇതും കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ ടെമ്പറൽ ബോണിന്റെ ഭാഗം കാണിച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഓറക്കിൾ എന്നുള്ള പോർഷനാണ് ഏറ്റവും പിറകിൽ കാണിച്ചിരിക്കുന്നത്. അപ്പം എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസിന്റെ ആ ഒരു ആദ്യത്തെ 1/3 പാർട്ട് കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ മാസ്റ്റോയിഡ് പ്രോസസ് നമുക്ക് കാണാം. പിന്നീടുള്ളത് നമ്മുടെ മിഡിൽ ഇയറിന്റെ പോർഷൻ ആയിട്ടുള്ള ടിമ്പാനിക് മെംബ്രെയിൻ, അതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഇയറിനെയും അതുപോലെ തന്നെ നമ്മുടെ മിഡിൽ ഇയറിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ നിന്നുമാണ് നമ്മുടെ അഡിക്റ്റസുമായിട്ടുള്ള കണക്ഷൻ വന്ന് നമ്മുടെ മാസ്റ്റോയിഡ് പ്രോസസ്സിലേക്കുള്ള കണക്ഷൻ ഒക്കെ പോകുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ 3 ചെറിയ ബോൺസ് ആണ്, ഓഡിറ്ററി ഓസിക്കിൾസ്, മാലിയസ്, ഇൻകസ്, ടേപ്പിസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നമുക്ക് ഓവൽ വിൻഡോ, റൗണ്ട് വിൻഡോ എന്ന് പറയുന്ന 2 സ്ട്രക്ചേഴ്സ് കൂടെ ഉണ്ട്. അത് നമ്മുടെ ഇന്നർ ഇയറിലേക്ക് കണക്ട് ചെയ്യുന്ന പോർഷൻസ് ആണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേസോഫാരിൻസുമായിട്ടുള്ള കണക്ഷനിൽ വരുന്ന യൂസ്റ്റേഷൻ ട്യൂബ്, അതിനെ നമ്മൾ ഓഡിറ്ററി ട്യൂബ് എന്നും പറയാറുണ്ട്. ആ ഒരു യൂസ്റ്റേഷൻ ട്യൂബിന്റെ കണക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എക്സ്റ്റേണൽ ഇയറിന്റെയും മിഡിൽ ഇയറിന്റെയും കാര്യത്തില് നമ്മൾ ഇത്രയും സ്ട്രക്ചേഴ്സ് പറഞ്ഞതിന് ശേഷം ഈ ഒരു പിക്ചറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് സ്ട്രക്ചറും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള ഇന്റേണൽ ഇയറിന്റെ കാര്യമാണ് പറയുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ടെമ്പറൽ ബോണിന്റെ പിട്രസ് പോർഷനിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിനകത്ത് ഒരുപാട് ക്യാവിറ്റീസ് കാണപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ടെമ്പറൽ ബോണിലേക്ക് ചാനൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ക്യാവിറ്റീസ് എല്ലാം തന്നെ ഉള്ളത്. ഈ ക്യാവിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് ബോണി ലാബിരിന്ത് എന്ന് പറയുന്നത്. ഈ ബോണി ലാബിരിന്തിനെ ലൈൻ ചെയ്തിരിക്കുന്ന മെംബ്രെയിൻ ഉണ്ട്, അതിനെയാണ് നമ്മൾ മെംബ്രെയിനസ് ലാബിരിന്ത് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ക്യാവിറ്റീസ് ഈ പിട്രസ് പോർഷനിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ കുറേയധികം ക്യാവിറ്റീസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ക്യാവിറ്റീസിനെ പറയുന്ന പേരാണ് ബോണി ലാബിരിന്ത്. ഇതിനെ ലൈൻ ചെയ്ത് കുറേയധികം മെംബ്രെയിൻസ് കാണപ്പെടുന്നുണ്ട്. അതാണ് മെംബ്രെയിനസ് ലാബിരിന്ത് ആയിട്ട് മാറുന്നത്. ഈ മെംബ്രെയിനസ് ചാനൽസിനകത്തെല്ലാം ഫ്ലൂയിഡ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഹിയറിങ്ങിനും ബാലൻസിനും വേണ്ടിയിട്ടുള്ള നെർവ് എൻഡിങ്സും കാണപ്പെടുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാം. ഇപ്പം ഇയറിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അവിടെ ഹിയറിംഗ് മാത്രമല്ല ബാലൻസിന്റെ ഒരു കാര്യം കൂടെ വരുന്നുണ്ട്. അപ്പം ഹിയറിങ്ങിനും ബാലൻസിനും ഉള്ള നെർവ് എൻഡിങ്സും അതുപോലെ തന്നെ ഫ്ലൂയിഡും ഒക്കെ ഈ ഒരു മെംബ്രെയിനസ് ചാനൽസിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം അതിന്റെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ബോണി ലാബിരിന്തിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് 3 പാർട്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെസ്റ്റിബ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വെസ്റ്റിബ്യൂൾ ആണ് സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു വെസ്റ്റിബ്യൂളിലോട്ടാണ് മറ്റുള്ള പാർട്സ് എല്ലാം വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഒരു നമ്മുടെ ഒരു വീടിന്റെ ഒരു ഡോർ തുറക്കുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു വെസ്റ്റിബ്യൂളിന്റെ കാര്യത്തിൽ പറയുന്നത്. അതിലോട്ടാണ് ബാക്കി എല്ലാം വന്ന് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതാണ് സെൻട്രൽ ആയിട്ടുള്ള ഫസ്റ്റ് പാർട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെമി സർക്കുലർ കനാൽസിന്റെ കാര്യമാണ് പറയുന്നത്. ഇത് നമ്മുടെ വെസ്റ്റിബ്യൂളുമായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അതില് 3 എണ്ണമാണ് ഉള്ളത്. ഒന്ന് സുപ്പീരിയർ, ഒന്ന് പോസ്റ്റീരിയർ, ലാറ്ററൽ. ഇത് 3ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ലാറ്ററൽ സിറ്റുവേറ്റഡ് ഹൊറിസോണ്ടലി. ഇതിൽ ലാറ്ററൽ എന്ന് പറയുന്നത്, ആ ലാറ്ററൽ കനാൽ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 3 കനാൽസും എങ്ങനെയാണ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ, പരസ്പരം റൈറ്റ് ആംഗിളിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിൽ ലാറ്ററൽ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്.
ഓരോ കനാലിന്റെയും ഒരു എൻഡില് നമുക്കൊരു സ്വെല്ലിങ് കാണാം. അതിനെ പറയുന്ന പേരാണ് ആംബുല. അപ്പൊ ഇത്രയും സ്ട്രക്ചർ ആണ് സെമി സർക്കുലർ കനാലിലുള്ളത്. ഇത് വെസ്റ്റിബ്യൂളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നു. 3 എണ്ണമാണ് ഉള്ളത്: സുപ്പീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ. ഇതിൽ ലാറ്ററൽ ഹൊറിസോണ്ടലി ആണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ 3 എണ്ണവും റൈറ്റ് ആംഗിളിലായിട്ടാണ്, പരസ്പരം റൈറ്റ് ആംഗിളായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓരോ കനാലിന്റെയും എൻഡിങ്ങിൽ ഒരു സ്വെല്ലിംഗ് ഉണ്ട്. അതിനെ നമ്മൾ ആംബുല എന്ന് പറയുന്നു. നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് കോക്ലിയ എന്ന് പറയുന്നത്. ഇതൊരു സ്പൈറൽ ട്യൂബ് ആണ്. ഏകദേശം നമ്മുടെ ഒച്ചിന്റെ ഒക്കെ ആ ഒരു പുറത്തെ ഷെൽ ഉണ്ടല്ലോ, അത് അതുപോലെ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പൈറൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് കോക്ലിയ എന്ന് പറയുന്നത്. ഈ ഒരു കോയിലിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ മുകളിലുള്ള ആ കോയില് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു റൗണ്ട് സെൻട്രൽ ബോണി കോൺ ഷേപ്ഡ് ആക്സിസിന് ചുറ്റുമായിട്ടാണ്. ഒരു കോൺ ഷേപ്ഡ് സെൻട്രൽ ആക്സിസിന് ചുറ്റുമായിട്ടാണ് ഈ ഒരു കോയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു ആക്സിസിനെ പറയുന്ന പേരാണ് മോഡിയോളസ്. അതും ഓർത്തു വെച്ചിരിക്കാം. Within each of these is a membranous counterpart to which are attached the endings of the auditory nerve. അപ്പം ഇത്രയും സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ ബോണി ലാബിരിന്തിലുള്ള സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ഓരോ സ്ട്രക്ചറിനകത്തും ഒരു മെംബ്രെയിനസ് കൗണ്ടർ പാർട്ട് കൂടിയുണ്ട്. ആ ഒരു മെംബ്രെയിനസ് കൗണ്ടർ പാർട്ടിലോട്ടാണ് നമ്മുടെ ഓഡിറ്ററി നെർവിന്റെ എൻഡിങ്സ് ഒക്കെ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു മെംബ്രെയിനസ് ലാബിരിന്തിലുള്ള ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ്. ആൻഡ് നമ്മുടെ ബോണി ലാബിരിന്തിലുള്ള ഫ്ലൂയിഡ് ആണ് പെരിലിംഫ്. ഇത് രണ്ടും മറക്കാതെ, തിരിഞ്ഞു പോവാതെ തന്നെ പഠിച്ചു വെച്ചേക്കുക. പലതവണ റിപ്പീറ്റഡ് ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ മെംബ്രെയിനസ് ലാബിരിന്തിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് എൻഡോലിംഫ് എന്ന് പറയുന്നത്. ബോണി ലാബിരിന്തിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് പെരിലിംഫ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മെംബ്രെയിനസ് ലാബിരിന്തിന് പുറത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്? ഈ ഒരു പെരിലിംഫ്. അതായത് മെംബ്രെയിനസ് ലാബിരിന്തിനും ബോണി ലാബിരിന്തിനും ഇടയ്ക്കായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പെരിലിംഫ് എന്ന് വരുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൂടാതെ 2 വിൻഡോസ് കൂടി ഈ ഒരു ബോണി എൻക്ലോഷർ, ഈ ഒരു ഭാഗത്തായിട്ട് 2 വിൻഡോസ് കൂടി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫെനിസ്ട്ര വെസ്റ്റിബ്യൂളൈ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ്. ഇതിനെ നമ്മൾ ഫെനിസ്ട്ര ഓവാലിസ് എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ സിംപിളി ഓവൽ വിൻഡോ എന്നും പറയാറുണ്ട്. ഇത് ഓവൽ ഷേപ്പ് ആയത് കാരണമാണ് ഇതിന് ഓവൽ വിൻഡോ എന്നുള്ള ഒരു പേര് വന്നത്. ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് സ്റ്റേപ്പിസ് ആണ്. നമ്മൾ മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓവൽ വിൻഡോയിലോട്ടാണ് അതിന്റെ ഒരു ക്ലോസിങ് വരുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് ഫെനിസ്ട്ര കോക്ലി ആണ്. അതിനെ നമ്മൾ ഫെനിസ്ട്ര റോട്ടുണ്ട എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ റൗണ്ട് വിൻഡോ എന്ന് പറയും. റൗണ്ട് ഷേപ്പ് ആണ് ഇതിന്. ഇത് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു മെംബ്രെയിനിലോട്ടാണ്. ഓക്കെ, ഇനി ബോത്ത് ദീസ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മിഡിൽ ഇയർ. ഇത് രണ്ടും നമ്മൾ ഈ ഒരു 2 വിൻഡോസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മിഡിൽ ഇയറിലോട്ടാണ്. ഈ ഒരു വിൻഡോസിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബോണി ലാബിരിന്തിൽ കാണപ്പെടുന്ന ഈ ഒരു വിൻഡോസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ മിഡിൽ ഇയറിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്തു വരുന്ന സൗണ്ട് വൈബ്രേഷനെ പെരിലിംഫിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം പെരിലിംഫിൽ ഈ വൈബ്രേഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും ഇത് ട്രാൻസ്മിറ്റ് ചെയ്ത് എൻഡോലിംഫിലേക്ക് പോവുകയും അവിടെയുള്ള നമ്മുടെ ഓഡിറ്ററി നെർവിന്റെ നെർവ് എൻഡിങ്സിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി ഈ നെർവ്സ് പിന്നീട് ഓഡിറ്ററി നെർവ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഒരു 2 വിൻഡോസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സൗണ്ട് വൈബ്രേഷൻസിനെ മിഡിൽ ഇയറിൽ നിന്ന് നമ്മുടെ പെരിലിംഫിലേക്കും അവിടെ നിന്ന് എൻഡോലിംഫിലേക്കും എത്തിച്ച് എൻഡോലിംഫിലുള്ള ഓഡിറ്ററി നെർവിന്റെ നെർവ് എൻഡിങ്സിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇന്റേണൽ ഇയറിന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് പറയുന്ന 3 സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെമി സർക്കുലർ കനാൽസും സെൻട്രൽ പോർഷനിലായിട്ട് വെസ്റ്റിബ്യൂൾ ഉണ്ട്. പിന്നെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കോക്ലിയയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ സെമി സർക്കുലർ കനാലിന്റെ കാര്യത്തിൽ സുപ്പീരിയർ, പോസ്റ്റീരിയർ, ലാറ്ററൽ കനാൽസ് അവിടെ കാണാം. 3 നമുക്ക് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതിന്റെ എൻഡിങ്ങിലായിട്ടുള്ള സ്വെല്ലിംഗ് ആയിട്ട് നമുക്ക് ആംബുല കാണാം. സെൻട്രൽ പോർഷനിൽ നമ്മുടെ വെസ്റ്റിബ്യൂൾ ഉണ്ട്. അവിടെ അതുമായിട്ട് ചേർന്നിട്ട് നമ്മുടെ റൗണ്ട് വിൻഡോയും ഓവൽ വിൻഡോയും കാണാം. ഇനി കോക്ലിയയുടെ പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഹിയറിങ്ങിനുള്ള പോർഷനാണ് കോക്ലിയ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ അകത്തായിട്ട് മെംബ്രെയിനസ് ലാബിരിന്തും പുറത്തായിട്ട് ബോണി ലാബിരിന്തും നമുക്ക് കാണാം. അപ്പം ഇന്റേണൽ ഇയറിന്റെ സ്ട്രക്ചേഴ്സ് എഴുതിയതിനു ശേഷം ഈ ഒരു പിക്ചർ കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററി നെർവിന്റെ കാര്യമാണ്. ഓഡിറ്ററി നെർവിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹിയറിംഗിന്റെ കാര്യത്തിൽ 2 പോർഷനായിട്ടാണ് ഇവിടുത്തെ നെർവിന്റെ കാര്യങ്ങൾ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ കളക്ടിങ് സെൻസേഷൻ ഫ്രം ദ വെസ്റ്റിബുലാർ പോർഷൻ ഓഫ് ദ ഇന്നർ ഇയർ ഈസ് കൺസേൺ വിത്ത് ഇക്വിലിബ്രിയം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയറിന്റെ വെസ്റ്റിബുലാർ പോർഷനിൽ നിന്നുള്ള സെൻസേഷൻസ് കളക്ട് ചെയ്യുന്നു. ഒരു ടൈപ്പ് നെർവ് നമ്മുടെ വെസ്റ്റിബുലാർ പോർഷനിൽ നിന്നുള്ള സെൻസേഷൻസ് ആണ് കളക്ട് ചെയ്യുന്നത്. അത് കൂടുതൽ ഇക്വിലിബ്രിയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാലൻസും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അവിടെ നടക്കുന്നത്. So fibers from this pass to the vestibular nuclei at the junction of the pons and medulla and then on to the cerebellum. അപ്പം ഇവിടെ നിന്നുള്ള ഈ ഫൈബേഴ്സ് വെസ്റ്റിബുലാർ ന്യൂക്ലിയയിലേക്ക് നമ്മുടെ പോൺസ് ആൻഡ് മെഡുല്ലയുടെ ജംഗ്ഷനിലുള്ള വെസ്റ്റിബുലാർ ന്യൂക്ലിയയിലേക്ക് പാസ് ചെയ്യും.
അവിടെ നിന്നും പിന്നീട് ഇത് സെറിബെല്ലത്തിലേക്ക് പോയി അവിടെ വെച്ച് ഇന്റർപ്രിറ്റേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഓഡിറ്ററി നെർവിന്റെ കാര്യത്തിൽ ഈ ഒരു നെർവിന് രണ്ട് പോർഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഇന്നർ ഇയറിന്റെ വെസ്റ്റിബുലാർ പോർഷനിൽ നിന്നുള്ള സെൻസേഷൻസ് ആണ് കളക്ട് ചെയ്യുന്നത്. അത് കൂടുതലും ഇക്വിലിബ്രിയമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്ന് ഫൈബേഴ്സിനെ കളക്ട് ചെയ്ത് ഈ ഒരു ഫൈബേഴ്സ് പാസ് ചെയ്യുന്നത് നമ്മുടെ പോൺസ് ആൻഡ് മെഡുല്ലയുടെ ജംഗ്ഷനിലുള്ള വെസ്റ്റിബുലാർ ന്യൂക്ലിയയിലേക്കാണ്. അവിടെ നിന്നും സെറിബെല്ലത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഇന്റർപ്രിറ്റേഷൻ നടക്കുന്നു. ഇനി രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോക്ലിയർ പോർഷൻ ആണ്. ഈ ഒരു ഓഡിറ്ററി നെർവിന്റെ കോക്ലിയർ പോർഷനെയാണ് നമ്മൾ ട്രൂ നെർവ് ഓഫ് ഹിയറിംഗ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് വൺ വേർഡ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു പോർഷൻ ആണ്. ട്രൂ നെർവ് ഓഫ് ഹിയറിംഗ് എന്ന് അറിയപ്പെടുന്നത് കോക്ലിയർ പോർഷൻ ഓഫ് ഓഡിറ്ററി നെർവ് ആണ്. അപ്പം ഇതിന്റെ ഫൈബേഴ്സ് ആണെങ്കിൽ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ തലാമസിന് തൊട്ട് പിറകിലുള്ള ഒരു സ്പെഷ്യൽ ന്യൂക്ലിയസിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ഫൈനൽ റിസീവിംഗ് സെന്റർ ആയിട്ടുള്ള സെറിബ്രൽ കോർട്ടെക്സിലേക്കാണ് പോകുന്നത്. നമ്മുടെ സെറിബ്രത്തിലുള്ള ടെമ്പറൽ ലോബിന്റെ അണ്ടർ പോർഷനിലാണ് ഈ ഒരു സെറിബ്രൽ കോർട്ടെക്സ് കാണപ്പെടുന്നത്. അപ്പൊ ആ സെറിബ്രൽ കോർട്ടെക്സ് ആണ് ഫൈനൽ റിസീവിംഗ് സെന്റർ എന്ന് പറയുന്നത്. കോക്ലിയർ പോർഷന്റെ ആ ഒരു ഭാഗം അവിടെ നിന്നുള്ള ഫൈബേഴ്സ് ഫസ്റ്റ് തലാമസിന് തൊട്ട് പിറകിലുള്ള സ്പെഷ്യൽ ന്യൂക്ലിയസിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നുമാണ് ഫൈനൽ റിസീവിംഗ് സെന്റർ ആയിട്ടുള്ള സെറിബ്രൽ കോർട്ടെക്സിലേക്ക് പോകുന്നത്. അപ്പം ഇവിടെ വരുന്ന ലീഷൻസ്, അതായത് കോക്ലിയർ നെർവും ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റിബുലാർ നെർവും ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് കോക്ലിയർ നെർവിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീഷൻ വരുവാണെങ്കിൽ അത് എന്തിന് കാരണമാകുന്നുണ്ട്? നെർവ് ഡെഫ്നെസ് എന്ന് പറയുന്ന കണ്ടീഷന് കാരണമാകുന്നുണ്ട്. അതായത് പെർമനന്റ് ഹിയറിംഗ് ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. നെർവ് ഡെഫ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓഡിറ്ററി നെർവിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡാമേജ് വരുന്നത് കാരണം പെർമനന്റ് ആയിട്ടുള്ള ഹിയറിംഗ് ലോസ് ഉണ്ടാവുന്ന കണ്ടീഷനാണ് ഇതെന്ന് പറയുന്നത്. നമുക്ക് ചെറിയ സൗണ്ട്, നമുക്ക് മേക്കിംഗ് സോഫ്റ്റ് സൗണ്ട് ഹാർഡ്, ഒരു കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഈ ഒരു നെർവ് ഡെഫ്നെസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി അതേസമയം വെസ്റ്റിബുലാർ നെർവിൽ ഏതെങ്കിലും തരത്തിലുള്ള ലീഷൻ വരുവാണെങ്കിൽ അത് 3 കണ്ടീഷന് കാരണമാവുന്നുണ്ട്. 1 വെർട്ടിഗോ, 2 അറ്റാക്സിയ, 3 നിസ്റ്റാഗ്മസ്. ഇതില് വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപിളി തലകറക്കം എന്ന് പറയാം. ഇംബാലൻസ്, നോസിയ, ഡിസോറിയന്റേഷൻ പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഈ ഒരു വെർട്ടിഗോ എന്ന് പറയുന്ന കണ്ടീഷനിൽ വരാറുണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അറ്റാക്സിയ എന്ന് വരുമ്പോഴത്തേനും പുവർ മസിൽ കൺട്രോൾ ആണ്, ബാലൻസിന്റെ ഇഷ്യൂസ് വരാം, നമുക്ക് കറക്റ്റ് ആയിട്ട് നടക്കാൻ പറ്റില്ല, അൺസ്റ്റഡി ആയിട്ടുള്ള വാക്കിംഗ് ആയിരിക്കും, സ്പീച്ചിലൊക്കെ ഡിഫിക്കൽട്ടി വരും, സ്വാളോയിങ്ങിൽ ഡിഫിക്കൽട്ടി വരുന്ന ഒരു കണ്ടീഷനാണ് അറ്റാക്സിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിസ്റ്റാഗ്മസ് ആണ്. അതെന്ന് പറഞ്ഞാൽ വിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള റിതമിക് ഇൻവോളണ്ടറി ഐ മൂവ്മെന്റ് ആണ് വരുന്നത്. സൈഡ് ടു സൈഡോ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻവോളണ്ടറി ആയിട്ട് ഐയുടെ മൂവ്മെന്റ് നടക്കുന്ന ഒരു കണ്ടീഷനാണ് നിസ്റ്റാഗ്മസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ബ്ലർഡ് വിഷൻ വരാം, ബാലൻസിന്റെ ഇഷ്യൂസ് വരാം, ലൈറ്റ് സെൻസിറ്റിവിറ്റി ഒക്കെ വരാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നെർവ്, ഓഡിറ്ററി നെർവായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളത്. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഓഡിറ്ററി നെർവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ബാലൻസിന്റെയും ഹിയറിംഗിന്റെയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. 2 തരത്തിലുള്ള നെർവ് നമുക്ക് പോകുന്നുണ്ട്. വെസ്റ്റിബുലാർ നെർവ് വരുന്നുണ്ട്, അത് നമ്മുടെ ബാലൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അത് സെറിബെല്ലത്തിലേക്കാണ് പോകുന്നത്. കോക്ലിയർ നെർവ് ആണ് ഹിയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അത് സെറിബ്രത്തിന്റെ ടെമ്പറൽ ലോബിലോട്ടാണ് പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓഡിറ്ററി നെർവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ളത്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.